റോമർക്ക് ലേഖനം 8-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലേക്ക് ലവ് ചെയിൻ സ്നേഹച്ചങ്ങല എന്ന സീരീസിൻ്റെ അവസാന ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മിക്കവാറും തീർക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ബട്ട് വി ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് സ്തോത്രം സ്വാതന്ത്ര്യമുണ്ട്. അതെ, ഒരുമിച്ച് വായിച്ച് റോമർ 8:26 മുതൽ ശബ്ദമുയർത്തി. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ലവ് ചെയിൻ എന്ന സ്തോത്രം സ്നേഹച്ചങ്ങലയിൽ 4 കാര്യങ്ങളാണ് 30-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ചില വേദപുസ്തക പണ്ഡിതന്മാർ അഥവാ തിയോളജിയന്മാർ ഇതിനെ ഗോൾഡൻ ചെയിൻ എന്നും വിളിച്ചു വരുന്നു. 4 തൂണുകൾ പോലെ 4 കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നു. ഒന്ന്, പ്രീഡെസ്റ്റൈൻഡ് സ്തോത്രം, അതെ, മുൻ നിയമിച്ചിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ കർത്താവ് നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവം ഇന്ന് മാത്രമല്ല, അവൻ ഇന്നലെയും നാളെയും അറിയുന്നവനായ സർവജ്ഞാനിയായ കർത്താവാണ്. ദൈവത്തിന് ഇന്നലെ അറിയാം, ദൈവത്തിന് ഇന്ന് അറിയാം, ദൈവത്തിന് നാളെ അറിയാം. നിങ്ങളുടെ നാളുകളിൽ ഇന്നേ ഇമ്മാനുവേൽ ഇറങ്ങി നിൽക്കുകയാണ്. സ്തോത്രം. അപ്പോൾ നാളെ അറിയുന്ന ദൈവത്തിൻ്റെ ഫോർ നോളജ് അനുസരിച്ച് ദൈവകൃപയാൽ കർത്താവ് നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻ നിയമിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ വിവിധ വിളികളെക്കുറിച്ചും വിളിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കിയുണ്ടായി. രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ വിളിയുണ്ട്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിക്കൊള്ളുവിൻ എന്ന് പത്രോസിലൂടെ ദൈവം സംസാരിക്കുകയാണ്. ഞാൻ വിളിയിൽ നിന്നില്ലെങ്കിൽ എന്തോ ചെയ്യും എന്നാരെങ്കിലും ചോദിച്ചാൽ ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ജീവിതം നിലവിളി ആയിപ്പോകും. അപ്പോൾ ജീവിതം നിലവിളി ആയി പോകാതിരിപ്പാൻ ദൈവം നമ്മെ വിളിച്ചതായ വിളിയിൽ നാം നിൽക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായി നമ്മെ നീതീകരിക്കുന്നത് അപ്പുറത്തെ പോലീസ് സ്റ്റേഷനോ അതിനപ്പുറത്തെ കോടതിയോ അല്ല, അഥവാ മനുഷ്യൻ ആരുമല്ല നമ്മെ നീതീകരിക്കുന്നത്. നമ്മെ നീതീകരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? സ്തോത്രം. ഇന്നലെയും നാം കേട്ടതുപോലെ സൈഡിൽ നിൽക്കുന്നവരെ വിരൽ ചൂണ്ടുവാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. ചൂണ്ടുവിരലുകളെല്ലാം സ്തുതി വിരലുകൾ ആയിത്തീർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയരുമാറാകട്ടെ. അപ്പോൾ സ്തോത്രം, അതെ, മുൻ നിയമിച്ചു, വിളിച്ചു, നീതീകരിച്ചു. എന്തിനു വേണ്ടി? തേജസ്കരിപ്പാനായി. 4-മത്തെ കാര്യമാണ് ഈ ലവ് ചെയിൻ സീരീസിൽ ഗ്ലോറിഫിക്കേഷൻ എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. സോ ഇന്ന് പകൽ നാം കേൾക്കുന്നതായ ഈ ഹ്രസ്വമായ ചെറിയ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: തേജസ്കരണം. സ്തോത്രം, അഥവാ മഹത്വീകരണം, ഗ്ലോറിഫിക്കേഷൻ. സ്തോത്രം, മഹത്വീകരണം. എത്ര പേര് ആരാധനയിൽ അനുഗ്രഹിക്കപ്പെട്ടു? കരങ്ങളെ ഉയർത്തിയാട്ടെ. സ്തോത്രം. ലോർഡ് സെന്റ് ആൻ്റണിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ ഓൺ ദ വേ ആണ് ഇന്ന് പകൽ പ്രിയ സഹോദരൻ ഇങ്ങോട്ട് വിളിച്ച് നമ്മുടെ അടുക്കൽ കടന്നു വന്നത്. ആ വലിയ സ്വാതന്ത്ര്യത്തെ വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ദൈവഹിതമുള്ളവർ മാത്രമേ ഈ പ്ലാറ്റ്ഫോമിൽ വരാവൂ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവഹിതമില്ലാത്ത ആരും വരല്ല. ഹല്ലേലൂയ. പൊളിറ്റീഷ്യനും ഭോഗ ഇച്ഛയിൽ ജീവിക്കുന്നവനും ഒരിക്കലും ഇതിൽ കയറല്ല. കാരണം ആകാത്തവൻ കയറിയാൽ അവൻ്റെ തിന്മയായിരിക്കും ജനത്തിൽ പകരുന്നത്. ആകുന്നവൻ കയറുന്നെങ്കിൽ അവനിൽ വ്യാപരിക്കുന്ന ദൈവകൃപയായിരിക്കും ജനത്തിൽ വ്യാപരിക്കുന്നത്. കരങ്ങളെ അടിച്ച് നല്ല ആരാധനയ്ക്കായി, നല്ല പാട്ടുകൾക്കായി, ലോഡ്സിലൂടെ വെളിപ്പെട്ട ദൈവകൃപയ്ക്കായി ദൈവദാസനെ അപ്രീഷിയേറ്റ് ചെയ്താട്ടെ. കമോൺ, ഇത്രയേ സന്തോഷമുള്ളോ? ഇത്ര സ്നേഹമുള്ളോ?
തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയായി ആക്സിഡൻറ്റിൽ നിന്ന് വലിച്ചെടുത്ത് ദൈവം ഇത്രയും മാൻകുട്ടിയെ പോലെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. മഹത്വീകരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ്. അഥവാ മഹത്വീകരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ടതായ ഒരു പ്രവൃത്തിയായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മഹത്വീകരണം എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറേഷനാണ്, അഥവാ പുനഃക്രമീകരണമാണ്, പുനഃക്രമീകരണമാണ് അല്ലെങ്കിൽ സ്ഥിരീകരണമാണ് എന്ത് മഹത്വീകരണം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഉയർന്ന സ്ഥലത്ത് ഒരു സ്റ്റാൻഡിലിരിക്കുന്ന ഒരു പളങ്കുപാത്രം അത് നിലത്ത് വീണ് പോയാൽ അതിനെ ഒന്ന് ചിത്രീകരിച്ചാട്ടെ, അതിനെ ഈ സൈഡിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ വൃത്തികെട്ട അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇതാണ് എനിക്കിഷ്ടപ്പെട്ടെ, സ്തോത്രം. അപ്പോൾ ഒരു ക്യാമറ വെച്ച് അതിനെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ്. നല്ലൊരു പാത്രം ഒരു സ്റ്റാൻഡിൽ നിന്ന് താഴെ വീഴുന്നു. ആ താഴെ വീഴുന്നതായ ആ പാത്രത്തെ അത് നിലത്ത് വീണ് അത് ചിതറുകയാണ്. അതിനെങ്ങനെ ചിത്രീകരിച്ചിട്ട് അതിനെ റിവേഴ്സായിട്ട് പ്ലേ ചെയ്താൽ ആ ചിതറിപ്പോയ കഷ്ണങ്ങൾ മടങ്ങി വരുന്നു. ആ താഴെ വീണ പാത്രം പൊങ്ങി ആ സ്റ്റാൻഡിൽ മേലെ കയറുന്നു. ആക്ച്വലി എന്താ സംഭവിച്ചത്? നിലത്ത് വീണു, ആയിരക്കണക്കിന് കഷ്ണങ്ങളായി അത് ചിതറിപ്പോയി. പക്ഷേ അതിനെ റിവേഴ്സായിട്ട് പ്ലേ ചെയ്യുക. റിവേഴ്സായിട്ട് അതിനെ പ്ലേ ചെയ്യുമ്പോൾ അത് ചിതറിപ്പോയ ആയിരക്കണക്കിന് കഷ്ണങ്ങൾ ചേർന്ന് വരുന്നു. വീണ്ടും പഴയ പാത്രമായി അത് ഉയർന്ന് എവിടെ നിന്നാണോ വീണത് ആ സ്ഥലത്തേക്ക് മടങ്ങി എത്തുന്ന ഒരു പ്രവൃത്തിയാണ് മഹത്വീകരണം. മനുഷ്യർ എവിടെ നിന്നാണോ വീണു പോയത് അതിലേക്ക് തിരികെ ചേർക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. വളരെ ശക്തമായി ഞാൻ പറയട്ടെ, എനിക്കൊന്നും വരാൻ പാടില്ല, ഞാനെന്നും കംഫർട്ട് സോണിലായിരിക്കണം, എനിക്ക് ഒരു പോരും പോരാട്ടവും വേണ്ട, പ്രശ്നങ്ങൾ വേണ്ട എന്ന് പറയുന്നവൻ ഷോക്കേസിൽ ഇരിക്കത്തേ ഉള്ളൂ. എന്നാൽ എന്തിലൂടെയെങ്കിലും കയറി ഇറങ്ങുന്ന വ്യക്തികളും കുടുംബങ്ങളും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതിലൂടെ ദൈവം കയറ്റി ഇറക്കുന്നത്. ഷോക്കേസിലിരിക്കുന്ന നല്ലൊരു പാത്രം കണ്ടാൽ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ നിലത്ത് വീണ് അവിടെ ഉടച്ചതിനെ കർത്താവ് വീണ്ടും പുനഃപ്രതിഷ്ഠിച്ചു, അല്ലെങ്കിൽ പുനഃക്രമീകരണം ചെയ്തു. അതിൽ ചില കിഴുത്തുകൾ അറിഞ്ഞുകൊണ്ട് ദൈവം ദ്വാരമായിട്ടെന്ന് അറിഞ്ഞിട്ട്, അവന് കഴിവില്ലാഞ്ഞിട്ടല്ല, സർവശക്തനെല്ലാം കഴിയും, അറിഞ്ഞിട്ട് ചില വിള്ളലുകൾ, ചില ചെറിയ സുഷിരങ്ങൾ ഇട്ടിട്ട് അതിനകത്ത് നല്ലൊരു ഭയങ്കര പ്രകാശമൊരു ബൾബിനെ ഫിക്സ് ചെയ്താൽ ചുമ്മാതിരിക്കുന്ന ഒരു പാത്രത്തെക്കാൾ എത്രയോ മനോഹരമായിരിക്കും ഈ പ്രോബ്ലത്തിലൂടെ അല്ലെങ്കിൽ പ്രോസസ്സിലൂടെ പോയി ശോഭിക്കുന്നതായ ഒരു പാത്രം. വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു, അപ്പൻ വിശ്വാസിയാണ്, അമ്മ വിശ്വാസിയാണ്, സാഹചര്യം എല്ലാം നന്നായിരിക്കുന്നു, ഒരു പ്രശ്നമില്ല, തീ കണ്ടിട്ടില്ല, വെള്ളം കണ്ടിട്ടില്ല, കർത്താവ് ഇത്രത്തോളം എന്നെ സഹായിച്ചു, എന്നെക്കൊണ്ട് നരകത്തിന് ശല്യവുമില്ല, സ്വർഗത്തിന് ലാഭവുമില്ല എന്ന് പറയുന്നവനേക്കാൾ ജീവിതത്തിലെ ഏറ്റവും വലിയ തീയിലൂടെ, വെള്ളത്തിലൂടെ, പെരുങ്കാറ്റിലൂടെ, കൊടുങ്കാറ്റിലൂടെ കടന്ന് വന്നിട്ടും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, മാത്രമല്ല എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവ് വച്ചിരിക്കുന്ന ആർക്കും അണച്ചു കളവാൻ കഴിയാത്തതായൊരു ദീപമുണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് മഹത്വീകരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവത്തിൻ്റെ മഹത്വം ദൈവകൃപയാൽ നിങ്ങളിലൂടെ വെളിപ്പെടുമാറാകട്ടെ. ഈ മഹത്വീകരണം അല്ലെങ്കിൽ ആ റെസ്റ്റോറേഷൻ, സ്പിരിച്വൽ റെസ്റ്റോറേഷൻ, സ്തോത്രം, ഫോർമലി അല്ലെങ്കിൽ അതെ ഫോർമേഷൻലി, ഒന്നാമതായി ഞാൻ പറയട്ടെ, ഫോർമേഷൻ ഓഫ് ദ എർത്ത്, സ്തോത്രം. ഈ ഭൂമിയെ ദൈവം ഫോം ചെയ്യുമ്പോൾ ഈ ഭൂമി ഇങ്ങനെയല്ലായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വളരെ മനോഹരമായിട്ടാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. പക്ഷേ ഈ ഭൂമി പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി, ഭൂമി നഷ്ടപ്പെട്ടു പോയി, പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി. ആര് നിമിത്തം? മറ്റവൻ നിമിത്തം തന്നെയാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കടന്നു വരുന്നതായ ആ സാത്താൻ, സ്തോത്രം, വെട്ടേറ്റ് വീണു. യേശു കർത്താവ് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്, സാത്താൻ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു.
സാത്താൻ വീണപ്പോൾ മനോഹരമായി എലോഹിം സൃഷ്ടാവാം ദൈവം സൃഷ്ടിച്ചു വച്ചതായ ആ ഭൂമി പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി. പക്ഷേ റെസ്റ്റോറേഷൻ്റെ ദൈവം കൈകെട്ടി വെറുതെ ഇരിക്കുമോ? ദൈവം പറഞ്ഞു, നോ, സ്തോത്രം, ഇതിനെ ഞാൻ നന്നാക്കാൻ പോകുകയാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേഴ്സണലൈസ് ചെയ്ത് ഞാൻ പറയട്ടെ, വ്യക്തിപരമായ ജീവിതത്തിൽ പറയട്ടെ. സ്തോത്രം, പാഴും ശൂന്യമായിരുന്നപ്പോഴും ആഴത്തിന്മേൽ ഇരുളുള്ള ഉണ്ടായിരുന്നപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്: ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുകൊടുക്കാതെ ആലിംഗനം ചെയ്തിരുന്നു. ഒരിക്കൽ കൂടെ, ഇരുളിൻ്റെ ശക്തി വെട്ടേറ്റ് കിടക്കുകയാണ്. അവൻ വീണ്ടും തിന്മയിലേക്ക് ഈ ഭൂമിയെ കൊണ്ടുപോകാതെ ശക്തനായ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തിരുന്നു? അതിനെ പുണർന്നിരുന്നു, അതിനെ ആലിംഗനം ചെയ്തിരുന്നു. അർത്ഥം, ഇന്ന് പകലും ദൈവത്തിൻ്റെ പദ്ധതിക്കായി ദൈവം കണ്ട ഓരോ കുഞ്ഞിനെ, ഓരോ വ്യക്തിയെ, ഓരോ അങ്കിളിനെ, ആൻറ്റിയെ, കുടുംബങ്ങളെ വിട്ടുകൊടുക്കാതെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. കമാൻ. അതുകൊണ്ട് ധൈര്യമായിരുന്നു പറഞ്ഞാട്ടെ, ഞാൻ ആരുടെ കയ്യിലാണ്? ഞാൻ പ്രോബ്ലത്തിലല്ല, ഞാൻ കർത്താവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ഏത് ദുരാത്മാവിനാണ് കഴിയുന്നത്? ഒരിക്കലും പറ്റത്തില്ല. സ്തോത്രം. 2 കൊരിന്ത്യർ 3:17 കർത്താവ് ആത്മാവാകുന്നു. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു. സോ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുപ്പാൻ, വിടുവിച്ചെടുപ്പാൻ കഴിവുള്ളവൻ ആരാണ്? ഒരിക്കലും കഴിയത്തില്ല. സോ അങ്ങനെ എന്താ സംഭവിച്ചത്? വീണുപോയ ഭൂമിയെ കർത്താവ് സ്തോത്രം റിസ്റ്റോർ ചെയ്ത് ഇന്ന് കാണുന്ന മനോഹരമായ ക്രമത്തിൽ കർത്താവ് ചെയ്തെങ്കിൽ ഈസ് ദ ഗോഡ് ഓഫ് റെസ്റ്റോറേഷൻ. ദൈവമക്കളെ, ഗ്യാരണ്ടിയാണ് ഞാൻ പറയട്ടെ, ആയിരക്കണക്കിന് വെല്ലുവിളികൾ, നൂറുകണക്കിന് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും ദൈവകൃപയാൽ സ്തോത്രം, നിങ്ങൾ മനോഹരമായ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ഈ ദിവസങ്ങളായിരിക്കുന്നത്. ലാറ്റർ ഗ്ലോറിയിൽ ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും മനോഹരമായ തിരിച്ചുവരവിൻ്റെ ഹൈവേയിൽ, നോട്ട് ബൈവേ, ഹൈവേയിൽ ദൈവം നിങ്ങളെ നിർത്തിക്കൊണ്ടിരിക്കുന്നു. സോ ഫോർമേഷൻലി ദൈവിക റെസ്റ്റോറേഷൻ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നമ്പർ 2, അലഗോറിക്കലി പറയട്ടെ, അലഗോറിക്കലി ഉപമാനമായി പറയട്ടെ. കേട്ടിട്ടുണ്ട് നിങ്ങൾ നൂറുകണക്കിന് പ്രാവശ്യം. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കുശവനായ യിരെമ്യാവിനോട് ദൈവം പറയുന്നു, പ്രവാചകനായ യിരെമ്യാവിനോട് പറയുന്നു, നീ കുശവൻ്റെ വീട്ടിലേക്ക് പോകുക. കുശവനോട് ദൂത് പറയാനല്ല നീ പോകേണ്ടത്, പകരം കുശവനിൽ നിന്ന് കേൾക്കാനല്ല അതേ നീ പോകേണ്ടത്. ഇപ്പോൾ ഒരു ദൂത് ഞാൻ നിനക്ക് നൽകാൻ വേണ്ടി പോകുന്നു. പക്ഷെ അധരത്തിലൂടെയല്ല ദൂത് വെളിപ്പെടുന്നത്, കരത്തിലൂടെയാണ്, വിരലുകളിലൂടെയാണ് ദൂത് വെളിപ്പെടുന്നത്. യേശുവിൻ്റെ നാമത്തിൽ. ആരോടാ ഇന്ന് പകൽ പറയുന്നത്? ദൈവം സംസാരിക്കുന്നവനാണ്. അധരത്തിലൂടെ മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്. ചില വ്യക്തികളെ നോക്കി, എൻ്റെയും നിൻ്റെ ജീവിതത്തെ നോക്കി ആയിരക്കണക്കിന് ജനം ദൈവകൃപയാൽ ദൂത് പ്രാപിക്കട്ടെ. കുശവനോടൊന്നും പറയണ്ട, കുശവനിൽ നിന്ന് കേൾക്കണ്ട, അവൻ്റെ കയ്യിലേക്ക് നോക്കിയാൽ മതി, അവൻ്റെ വായിലേക്ക് നോക്കണ്ട. ദൂത് കേൾക്കാൻ അവൻ്റെ വായിലേക്ക്, നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ദൂത് കേൾക്കാൻ അവൻ്റെ വായിലേക്ക് നോക്കേണ്ട, അവൻ്റെ കയ്യിലേക്ക് നോക്കിയാൽ മതി. സോ റെസ്റ്റോറേഷനിൽ സ്തോത്രം, വീണ്ടും ഒരു പാത്രം ചീത്തയായിപ്പോയ സ്ഥാനത്ത് വീണ്ടും ഒരു പാത്രം ഉളവായി വരുന്നു. യഹൂദ ബൈബിൾ പറയുന്നു, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ രണ്ടാമത് ഉണ്ടായി വന്നത് ഒത്തിരി മനോഹരമായിരുന്നു. ലാറ്റർ ഗ്ലോറിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പറയട്ടെ, മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഉണ്ടായിരുന്നത് ഉടഞ്ഞു പോയെങ്കിൽ നീയും ഞാനും ഒരിക്കലും തിരിഞ്ഞു നോക്കി കരയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ബെസ്റ്റ് ഡേയ്സ് ദൈവകൃപയാൽ ദൈവം നിങ്ങൾക്ക് കർത്താവിൻ്റെ കൃപയാൽ നൽകുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളിൽ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. സോ ഫോർമേഷൻലി, അലഗോറിക്കലി, നമ്പർ 3 ഹിസ്റ്റോറിക്കലി, ചരിത്രപരമായി പറയട്ടെ, ദൈവം തിരഞ്ഞെടുത്തതായ ആ രാഷ്ട്രം, അത് സ്തോത്രം ചിതറിപ്പോയി, അത് ഉടഞ്ഞുപോയി. നെബൂഖദ്നേസറിൻ്റെ നേതൃത്വത്തിൽ സൈന്യം ബാബിയിൽ നിന്ന്, ഇന്നത്തെ ഇറാഖിൽ നിന്ന് 900 കിലോമീറ്റർ 900 കിലോമീറ്റർ കടന്നു വന്ന് 3 ലക്ഷം യഹൂദന്മാരെ കൊന്ന് 17,000 പേരെ പിടിച്ചിട്ട് പോയി. ആ രാജ്യം അതിഭയങ്കരമായി തകർക്കപ്പെട്ടു. നേരത്തെയും അവർ അസീറിയൻ ഇൻവേഷനിൽ തകർക്കപ്പെട്ടവരാണ്, അസീറിയൻ ക്യാപ്റ്റിവിറ്റിയിൽ തകർക്കപ്പെട്ടതാണ്. ഇപ്പോൾ അത് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിലും അവർ തകർന്നു കിടക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് കഴിഞ്ഞ ഞായറാഴ്ചയും നമ്മൾ കേട്ടതാണ്, വാട്സപ്പും ഫേസ്ബുക്കും കമ്മ്യൂണിക്കേഷനും ഒന്നും ഇല്ലാത്ത സമയത്ത്, ഒരിക്കൽ കൂടെ പറയട്ടെ, മാനുഷികമായി ഒരു കോർഡിനേഷൻ ഇല്ലാത്ത സമയത്ത്
ആ തലമുറയിൽ കർത്താവ് കണ്ട ദൈവമക്കളെ എല്ലാവരുടെ ഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുകയുണ്ടായി. യേശുവിൻ്റെ നാമത്തിൽ കാണുന്ന മണ്ഡലത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നിയാലും കാണാത്ത മണ്ഡലത്തിൽ ദൈവം നിങ്ങൾക്ക് ബിസിയായി പ്രവർത്തിക്കുന്നത് ഈ 13-ാം പകൽക്കാലം തിരിച്ചറിയുക. ദാവീദ് കൊട്ടാരത്തിലാണ്. തൊട്ട് താഴെ സ്തോത്രം ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവുണ്ട്. പലരെ കൃഷിയിടത്താണ്, വേറെ ചിലർ പല പല ജോലികളായിരിക്കുന്നു. ആരൊക്കെ? സെഖര്യാവ് ഉണ്ടായിരിക്കും, ഹഗായി ഉണ്ടായിരിക്കും, സ്തോത്രം, അങ്ങനെയുള്ള പ്രവാചകന്മാർ, നെഹമ്യാവ്, സ്തോത്രം, പിന്നെ യസ്രാ ശാസ്ത്രി ആൻഡ് സോ ഓൺ. എല്ലാവരും ഇങ്ങനെ പല തട്ടുകളിൽ ചിതറിക്കിടക്കുകയാണ്. പക്ഷേ സ്തോത്രം, യിരെമ്യാവ് പറഞ്ഞ പ്രവചനത്തിനനുസരിച്ച് എല്ലാവരെയും സൂപ്പർ നാച്ചുറലി ദൈവമായ കർത്താവ് കോഓർഡിനേറ്റ് ചെയ്ത് പൊളിഞ്ഞു പോയതായ, സ്തോത്രം, തകർന്നു പോയതായ ആ ജനത്തെ അസീറിയൻ ക്യാപ്റ്റിവിറ്റിയിൽ നിന്നും നേരെ തിരിച്ച് സ്തോത്രം, അതെ, എവിടെ? ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ നിന്നും ജനത്തെ കർത്താവ് തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ, ഉടഞ്ഞു പോയ ഒരു രാഷ്ട്രത്തെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു എങ്കിൽ ഉടഞ്ഞ വ്യക്തിത്വങ്ങളെ എത്രയധികമായി ദൈവത്തിന് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയും. ചിതറിപ്പോയ ഒരു രാജ്യത്തിന് വേണ്ടി ദൈവം അത്രയും ചെയ്തെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി ദൈവത്തിന് എത്രയധികമായി ചെയ്യുവാൻ ഗുണം കഴിയും. സോ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല, പകരം സ്തോത്രം കർത്താവിൻ്റെ പ്രവൃത്തിയിൽ വെളിപ്പെടുന്നതായ ഒരു ഭയങ്കര കാര്യാദി തന്നെയാണ്. സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, കാരണം നമ്മുടെ ദൈവം അവൻ പ്രവർത്തിക്കുന്നവനാണ്. എന്തോ ഞാൻ പറഞ്ഞ, നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. വായ് എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നു? ദൈവം ജീവിക്കുന്നവനാണ്. ദൈവം ജീവിക്കുന്നവനായതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നു. ദൈവം ജീവിക്കുന്നവനായതുകൊണ്ട് വിശ്വസിക്കുന്ന, ഒരിക്കൽ കൂടെ വിശ്വസിക്കുന്ന, പ്രതീക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം വേഗത്തിൽ പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കുന്ന ദൈവമാണ്. വേഗത്തിൽ പ്രതിക്രിയ ചെയ്ത് ദൈവം രക്ഷിക്കുന്നവനാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പിതാവിൻ്റെ പ്രവൃത്തി, പുത്രൻ്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്നിങ്ങനെ വേർതിരിച്ച് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയും. സ്തോത്രം, ഞാൻ ഹോംവർക്കായി നിങ്ങൾക്ക് നൽകുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പിതാവിൻ്റെ പ്രവൃത്തി എന്തൊക്കെയാണ് എന്ന് വീട്ടിൽ പോയി പഠിച്ചാട്ടെ. അതുപോലെ പുത്രൻ്റെ പ്രവൃത്തിയും എന്തെന്ന് പഠിച്ചാട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്തെന്നും പഠിച്ചാട്ടെ. സ്തോത്രം, പിതാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അവൻ നമ്മെ മുൻ നിയമിച്ചു എന്നതാണ്, അവൻ നമ്മെ വിളിച്ചു എന്നുള്ളതാണ്, ദൈവം നമ്മെ നീതീകരിച്ചു എന്നുള്ളതാണ്, ആൻഡ് സോ ഓൺ. സ്തോത്രം. അപ്പോൾ പിതാവായ ദൈവം അവൻ പ്രവർത്തിക്കുന്നവനാണ് എന്ന് വിചാരിച്ചു പിതാവ് പ്രവർത്തിച്ചപ്പോൾ പുത്രനും പരിശുദ്ധാത്മാവും നേരെ തിരിഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മലയാളികളല്ല. സ്തോത്രം. പിതാവുള്ളിടത്ത് ആരുണ്ട്? പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. അപ്പോൾ പിതാവിൻ്റെ പ്രവൃത്തിയുണ്ട്. നമ്പർ 2 പുത്രൻ്റെ പ്രവൃത്തിയുണ്ട്. നിങ്ങൾ വായിച്ചതാണ് 8-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചത് പുത്രൻ്റെ കാൽവരി മരണം നിമിത്തമാണ്. അപ്പോൾ പുത്രൻ്റെ പ്രവൃത്തിയാണ്. കാൽവരി ക്രൂശിലെ മരണത്താൽ അവൻ നിങ്ങളെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു. സ്തോത്രം. മരണത്തിൻ്റെയും അതേ ന്യായപ്രമാണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് ജീവൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് അവൻ നമ്മെ തിരിച്ചുവിട്ടത്, കൊണ്ടുവന്നത്, കൃപയാൽ രക്ഷിച്ചത് പുത്രൻ്റെ പ്രവൃത്തിയാണ്. കരങ്ങളെ ഉയർത്തി ആ വാക്യം ഓർമ്മ വരുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്. സോ അത് പുത്രൻ്റെ പ്രവൃത്തിയാണ്. നമ്പർ 3 മൂന്നാമതായി നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയുന്നത് ഗ്ലോറിഫിക്കേഷൻ അഥവാ മഹത്വീകരണം എന്ന വിഷയത്തിൽ പരിശുദ്ധ ആത്മാവിൻ്റെ പ്രവൃത്തിയാലാണ് അല്ലെങ്കിൽ നടത്തിപ്പിലാണ് ഈ ഗ്ലോറിഫിക്കേഷനിലേക്ക് സഭ വ്യക്തികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ആത്മാവാണ് മഹത്വീകരണത്തിലേക്ക് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ചലനമാണ്. കർത്താവ് നമ്മെ സ്തോത്രം അതെ മുൻ നിയമിച്ചു, വിളിച്ചു, നീതീകരിച്ച് ദൈവകൃപയിൽ ദൈവവചനത്തിൻ്റെയും ദൈവാത്മാവിൻ്റെയും അതേ ശുശ്രൂഷയിൽ ദൈവകൃപയാൽ കർത്താവ് നമ്മെ നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് 2 കൈയും കാലും ഉള്ളതുപോലെ തുല്യ പ്രാധാന്യമായി ആത്മീയാഭിവൃദ്ധിക്ക് വേണ്ടി 2 കാര്യങ്ങൾ നൽകിയിരിക്കുന്നു: ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും. ഞാൻ ഈ പഞ്ചിലേ പോകത്തുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലോ സ്തോത്രം. സന്തോഷമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. മിണ്ടാതിരിക്കുകയാണെങ്കിൽ വൈകിട്ട് വേറെ പ്രീച്ചറിനെ കൊണ്ടുവരും. അതുകൊണ്ട് സ്തോത്രം. അതെ, അതുകൊണ്ട് സ്തോത്രം പ്രതീക്ഷയുടെ ഇരുന്നാട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയും സ്തോത്രം സ്പർശനത്താൽ
ദൈവമായ കർത്താവ് നമ്മെ നടത്തുകയാണ്. കമ്മിറ്റിയും കൗൺസിലും പറയുന്ന പോലെയല്ല, പാരമ്പര്യത്തിൻ്റെ അങ്കിളും ആൻറ്റിയും പറയുന്ന പോലെയല്ല. പകരം സ്തോത്രം ദൈവവചനം എന്ന് പറയുന്നു. 2 ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ എങ്ങനെയായിരിക്കുന്നു? അങ്ങനെ ആയിരിക്കുന്ന ദൈവജനത്തിൻ്റെ പേരാണ് ആത്മാവിൽ നടക്കുന്നു. ഗലാത്യർ 5:19 സഭ രക്ഷിക്കപ്പെട്ടവൻ മുന്നോട്ട് ചലിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് സ്തോത്രം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടതുപോലെ നാം മുന്നേറുന്നത് ആത്മാവിൽ നടക്കുകയാണ്. ഈ നടപ്പെന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഞാൻ പറയും, വെളിച്ചത്തിൽ നടക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, താഴ്മയോടെ നടപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, വിശ്വാസത്തിൽ നടപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, മര്യാദ പ്രകാരം നടക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആരും മിണ്ടുന്നില്ല. മര്യാദ എന്ന് പറഞ്ഞപ്പോൾ മര്യാദ പ്രകാരം നടക്കാൻ അതേ വിളിക്കപ്പെട്ടിരിക്കുന്നു, സത്യത്തിൽ നടക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നിങ്ങനെ പലതരത്തിലുള്ള നടപ്പുണ്ട്. സ്തോത്രം ചുരുക്കി പറയാം, ആത്മാവിൽ നടപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവിൽ നടക്കുന്നവൻ ജഡത്തിൻ്റെ പ്രവൃത്തിയെ നിവർത്തിക്കുകയില്ല. സ്തോത്രം. ആത്മാവിൽ നടത്തപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണ് 26 വാക്യം മുതൽ നമുക്ക് സ്തോത്രം കാണുവാൻ തക്കണം കഴിയുന്നത്. റോമർ 8:26 അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് എന്ത് ചെയ്യുന്നു? വായിക്ക്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അപ്പോൾ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. ഒരു ഹെൽപ്പറാണ് പരിശുദ്ധാത്മാവ്. ഒരു ഹെൽപ്പറാണ് ആര്? പരിശുദ്ധ ആത്മാവ്. പരിശുദ്ധാത്മാവ് സ്തോത്രം അതെ, അവൻ ഒരു ഹെൽപ്പറാണ്. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 14, 15, 16 3 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ 7 ശുശ്രൂഷകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് ഹെൽപ്പർ. നമുക്ക് സഹായം ചെയ്യുന്നവനാണ്, നമ്മെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ടീച്ചറാണ്. സകല സത്യത്തിലും ഉപദേശിച്ച് വഴി നടത്തുന്നു. വായിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. സ്തോത്രം. അടുത്തിരിക്കുന്നവരത്തോട്ട് പറയാം, എനിക്കൊരു ബെസ്റ്റ് ടീച്ചറുണ്ട്. പെട്ടെന്ന് പറഞ്ഞ്. സൺഡേ സ്കൂൾ ടീച്ചറല്ല, സ്കൂളിൽ ടീച്ചറല്ല, കോളേജിൽ ടീച്ചറല്ല, ഓക്സ്ഫോർഡിലും സ്റ്റാൻഫോർഡിലും കിട്ടാത്ത ഏറ്റവും നല്ല ടീച്ചറിനെ ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അവൻ്റെ പേരാണ് തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ യൂണിവേഴ്സിറ്റിയിലായിരുന്നാൽ ലൈഫിന് ശുശ്രൂഷയ്ക്ക് തെറ്റ് പറ്റത്തില്ല എന്ന് ഗ്യാരണ്ടിയായി പറയുന്നു. കാരണം പരിശുദ്ധാത്മാവ് ഒരിക്കലും തെറ്റ് പഠിപ്പിക്കത്തില്ല. ഒരിക്കൽ കൂടെ, പരിശുദ്ധാത്മാവ് ഒരിക്കലും തെറ്റ് പഠിപ്പിക്കത്തില്ല. അവൻ ഉപദേശിക്കുന്നവനാണ്. അതുപോലെ സകല സത്യത്തിൽ നടത്തുന്ന ഗൈഡാണ് പരിശുദ്ധാത്മാവ്. അവൻ വഴികാട്ടിയാണ്. ഗൂഗിൾ നോക്കിയാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത്. സ്വന്തം വീട്ടിൽ പോകാൻ പോലും ഗൂഗിളില്ലാതെ സ്തോത്രം അതെ മറ്റൊരു ലോകത്തിലെന്നതുപോലെ ജീവിക്കുന്നവരാണ്. പക്ഷെ ഗൂഗിൾ കൊണ്ടുവന്ന് കുണ്ടിലും കുടിയിലും ഒക്കെ പലരെ തള്ളിയിടുമ്പോൾ പരിശുദ്ധ ആത്മാവാകുന്ന ഗൈഡ് എത്തേണ്ട സമയത്ത്, എത്തേണ്ട നേരത്ത്, എത്തേണ്ട സ്ഥലത്ത് നമ്മെ എത്തിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് അവൻ ഗൈഡാണ്. പരിശുദ്ധാത്മാവ് അവൻ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവനാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്നവനാണ്. You shall receive power. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ശക്തിപ്പെട്ട ശേഷം യെരൂശലേമിലും യഹൂദിയിലും ശമരിയയിലും കർത്താവിൻ്റെ സാക്ഷികളായി തീരും. നിങ്ങളെ ബലഹീനപ്പെടുത്തുന്നവനല്ല പരിശുദ്ധാത്മാവ്. ഇന്ന് പകലും ക്ഷീണിച്ചിരിക്കുന്ന ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ സ്തോത്രം. എന്താണ്? നിങ്ങളെ ബലപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. എന്നിങ്ങനെ 7 ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവുമായ ബന്ധത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞു. അതിലൊന്നാണ് നിങ്ങളെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. വേണ്ടവിടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി തുണ നിൽക്കുന്നു, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? പ്രാർത്ഥനയിൽ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു. ഏറ്റവും വലിയ ഹെൽപ്പ് പരീക്ഷയിലല്ല, ഏറ്റവും വലിയ ഹെൽപ്പ് പണം സമ്പാദിക്കുന്നതല്ല. ഏറ്റവും വലിയ ഹെൽപ്പ് വേണ്ടിയത് പ്രാർത്ഥനയിലാണ്. ആരും വേണ്ടതില്ല. ഏറ്റവും വലിയ ഹെൽപ്പ് വേണ്ടിയത് പ്രാർത്ഥനയിലാണ്. കാരണം സ്വർഗം തുറക്കുന്നത് പ്രാർത്ഥനയിലാണ്, നരകത്തിൻ്റെ പദ്ധതി അടയുന്നത് പ്രാർത്ഥനയിലാണ്, ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിക്കുന്നവനാണ് ജയിക്കുന്നത്. ഒരിക്കൽ കൂടെ, പ്രാർത്ഥിക്കുന്നവനാണ് ജയിക്കുന്നത്. പണമുള്ളവനല്ല ജയിക്കുന്നത്, ലോട്ടറി ടിക്കറ്റ് ഉള്ളവനല്ല ജയിക്കുന്നത്, ഡിഗ്രിയും വിസയും വിദേശയാത്രയും ഉള്ളവനല്ല ജയിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവൻ തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. സ്തോത്രം. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല.
തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത് ദൈവകൃപയാൽ നമുക്ക് നൽകട്ടെ. നല്ല കൗൺസിലേഴ്സ് ക്രൈസ്റ്റ് സെൻ്ററിനെ ദൈവം തരട്ടെ. നല്ല MLA-മാരെ ദൈവം ഈ ചർച്ചിൽ നിന്ന് എഴുന്നേൽപ്പിക്കട്ടെ. അടുത്ത നിയമസഭാ ഇലക്ഷന് വേദപുസ്തകം ചുമന്ന് നടക്കുന്ന MLA-മാരെ കേരളത്തിന് ദൈവം നൽകുമാറാകട്ടെ. ഈ നിയമസഭയിൽ സുവിശേഷം ഉദ്ധരിച്ച് പ്രസംഗിക്കുന്ന MLA-മാരെ ദൈവത്തിൻ്റെ കൃപയാൽ അടുത്ത നിയമസഭയ്ക്കായി കർത്താവ് നൽകുമാറാകട്ടെ. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് കവി മണ്ട് പറഞ്ഞതുപോലെ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം രക്ഷിക്കപ്പെട്ട ദൈവജനം മാത്രമെന്ന് നിയമസഭയും തിരിച്ചറിയട്ടെ. ഈ 13-ാം ദിവസം അതൊരു പ്രവചന ദൂതായി ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. സഭയെ സമൂഹത്തിന് അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ആകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവമക്കളെ പ്രാർത്ഥനയിലാണ്. നിങ്ങളുടെ വിജയം പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയില്ലാത്ത വ്യക്തികൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം പൊളിഞ്ഞു. പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങൾ, കോമഡി ഷോയിൽ നിയന്ത്രിക്കപ്പെടുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ നിൻ്റെ പരിപാടി ഹത്തഹോകയാണ് എന്ന് പറഞ്ഞാൽ തീർന്നു. കൂടുതൽ ഹിന്ദി എനിക്കറിയത്തില്ല. ഏറ്റവും കൂടുതൽ ഞാൻ ഹിന്ദി പറയുന്ന വാക്കാണത്. സ്തോത്രം. എന്നാൽ തൊലയാനല്ല, നന്നാകാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അത് മുട്ടിന്മേലാണ്, അത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. കുറച്ച് നാൾ ഞാൻ ശ്വസിക്കുന്നില്ല എന്നൊരുത്തൻ പറയുന്നതിനേക്കാൾ ഡേഞ്ചറസ് ആണ് കുറേ നാൾ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നത്. ആരോട് പറയാൻ? കുറച്ച് നാൾ ഞാൻ ശ്വസിക്കുന്നില്ല, കുറച്ച് നാൾ ഞാൻ ശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിന് തത്തുല്യമാണ് കുറേ നാൾ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ജീവിക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിച്ചിരിക്കും. സ്തോത്രം. ആ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നവനാണ് പരിശുദ്ധ ആത്മാവ്. ആ പ്രാർത്ഥനയെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 14:14 പൗലോസ് പറയുന്നു, അത് ബുദ്ധിയുടെ പ്രാർത്ഥനയല്ല, പകരം എന്തോ പ്രാർത്ഥനയാണ് പറഞ്ഞേ? അത് ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ്. അത് വേണ്ടും വണ്ണമുള്ളതായ പ്രാർത്ഥനയാണ്. വേണ്ടും വണ്ണമുള്ള പ്രാർത്ഥന. റോമർ 8:26 ഒരിക്കൽ കൂടെ നോക്കിയാൽ വേണ്ടും വണ്ണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് സ്തോത്രം അറിയുന്നില്ലല്ലോ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതിന് ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 2 കാര്യം ഞാൻ പറയട്ടെ. വേണ്ടും വണ്ണം, ദാറ്റ്സ് എ പെർഫെക്റ്റ് പ്രെയർ. വേണ്ടും വണ്ണം എന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കണം, അതൊരു പെർഫെക്റ്റ് പ്രെയർ ആണ്. നമ്പർ 2, അത് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. 1 പെർഫെക്റ്റ് പ്രെയർ ആണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥനയിൽ കുറവില്ല. ആ പ്രാർത്ഥനയിൽ കുറവില്ല. ഞാനിങ്ങനെ പറയുന്നു, ആത്മാവിൽ നിറഞ്ഞ ഒരുവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കുറവിൻ്റെ പ്രാർത്ഥനയല്ല. അവനൊരിക്കലും തോൽക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലും ഈ സെഷൻ തോൽക്കത്തില്ല. എന്തേലുമൊക്കെ പ്രാപിച്ചേ നമ്മൾ എഴുന്നേൽക്കത്തുള്ളൂ. എന്തുകൊണ്ട്? നാം പ്രാർത്ഥിക്കുന്ന ദൈവജനമായതുകൊണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒരു ചെറിയ സെഷൻ പോലും ഡ്രൈ ആകത്തില്ല. ഒരു ചെറിയ ശുശ്രൂഷയിൽ പോലും സ്തോത്രം അതേ ശൂന്യത അനുഭവിക്കത്തില്ല. എന്തേലുമൊക്കെ നടന്നിരിക്കും. കേട്ടവർ ആമേൻ പറഞ്ഞേ. ആത്മാവിൽ പ്രാർത്ഥിച്ച് നടക്കുന്ന ദൈവപൈതൽ ഏതൊരു ചർച്ചിൽ, ഏതൊരു മീറ്റിങ്ങിന്, ഏതൊരു സെമിനാറ്, ക്രൂസേഡ് ഇറങ്ങി ചെന്നാൽ അവിടെ എന്തെങ്കിലും നടന്നിരിക്കും. ഒന്നുകില്ലെങ്കിൽ കുറച്ചെണ്ണം രക്ഷിക്കപ്പെട്ടിരിക്കും, ഇല്ലെങ്കിൽ കുറച്ചു പേര് സ്നാനപ്പെടാൻ വേണ്ടി ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ കുറച്ചു പേർ വിടുതൽ പ്രാപിക്കും, ഭൂതം വിട്ടുപോയി, കുറച്ചു പേര് സൗഖ്യമായിരിക്കും, ഇല്ലെങ്കിൽ കുറച്ചെണ്ണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സ്തോത്രം അതേ സമർപ്പിച്ചിരിക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനാണോ നിശ്ചയമായിട്ട് അവിടെ എന്തെങ്കിലും നരകത്തിന് നഷ്ടം ഉണ്ടായിരിക്കും, സ്വർഗത്തിന് ലാഭം ഉണ്ടായിരിക്കും. മാത്രമല്ല അത് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. എത്രയോ എത്രയോ പ്രകാശവർഷം അകലെ വസിക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ സിംഹാസന വലതുവശത്ത് മധ്യസ്ഥ ചെയ്യുന്നവനാണ് കർത്താവായ യേശു. സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പ്രകൃതിയും പ്രപഞ്ചവും കണ്ട ഏറ്റവും വലിയ പ്രാർത്ഥനക്കാരനാണ്. ആരോട് പറയാൻ? പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന കർത്താവായ യേശു ലോകം കണ്ട പ്രകൃതിയും പ്രപഞ്ചവും കണ്ട ഏറ്റവും വലിയ പ്രാർത്ഥനക്കാരനാണ്. സ്തോത്രം. ഏറ്റവും വലിയ പ്രാർത്ഥനക്കാരനാണ്. ഒരിക്കൽ കൂടെ പറയാം, യേശുവിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2025 വർഷത്തോളമുള്ള പ്രാർത്ഥനയാണ്. മുപ്പത് വർഷം കുടുംബത്തിൽ കർത്താവ് അടങ്ങി ഒതുങ്ങിയിരുന്നു. നല്ലൊരു ഫാമിലി മാനായിരുന്നു കർത്താവ്. അമ്മയുണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു.
സ്തോത്രം. 30 വർഷം കുടുംബത്തിലിരുന്നു, 3.5 വർഷം ശുശ്രൂഷയിലിരുന്നു, 2000 വർഷത്തിലധികം പ്രാർത്ഥിച്ചിട്ടിരിക്കുന്നു. 30:3.5 വർഷം 2000 വർഷം പ്ലസ്, അതാണ് യേശുവിൻ്റെ പ്രാർത്ഥന. അപ്പോൾ കർത്താവ് എന്തുമാത്രം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നോക്ക്. ഇത് പറഞ്ഞിട്ട് പോലും സ്തോത്രം പറയാത്തവരെ ഇനി എന്തോ പറഞ്ഞ പ്രാർത്ഥന പഠിപ്പിക്കാൻ. 30 വർഷം കർത്താവ് കുടുംബത്തിന് കീഴടങ്ങിയിരുന്നു, 3.5 വർഷം പബ്ലിക് അതേ മിനിസ്ട്രിയിൽ ഓടി നടന്ന് ശുശ്രൂഷിച്ചു, പിന്നെ 2000 വർഷത്തിലധികം ജനത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി കർത്താവ് മധ്യസ്ഥ ചെയ്യുന്നു. അപ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്ന പിതാവായ ദൈവത്തിനും തൃത്വത്തിൽ രണ്ടാമനായി മധ്യസ്ഥ ചെയ്യുന്ന യേശുവിനും ഒരു ഹിതമുണ്ട്. സ്തോത്രം. അതിൻ്റെ പേരാണ് ദൈവഹിതം. ആ ദൈവഹിതം ഇന്നതെന്ന് മനസ്സിലാക്കി ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കഴിയുന്നെങ്കിൽ ലൈഫ് ജയിച്ചു. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഞാനിങ്ങനെ പറയട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാകുന്നു. യേശുവിൻ്റെ രക്തത്താൽ ജയം. ദൈവഹിതം മാത്രം മക്കളിൽ നടന്നാൽ മതി എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, ദൈവഹിതം മാത്രം ജീവിതത്തിൽ വീട്ടിൽ നടന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, എല്ലാവരും കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞ്. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ദൈവഹിതമാണ്. സ്തോത്രം. ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ദൈവഹിതം. അതൊന്നും പറയാൻ നേരമില്ല, ഒരുപാട് കാര്യം വേറെ ഒത്തിരി പറയാനുണ്ട്. അതുകൊണ്ട് 100% ദൈവഹിതപ്രകാരം ഉള്ള പ്രാർത്ഥനയാണ് സ്തോത്രം. എന്തോ പ്രാർത്ഥന? ആത്മാവിലുള്ള പ്രാർത്ഥന. ഇല്ല, ദൈവം നേരിട്ട് എന്നോട് പറഞ്ഞാൽ ഞാനങ്ങ് ദൈവഹിതം ചെയ്യുമല്ലോ എന്നാരെങ്കിലും പറയുന്നെങ്കിൽ, ദൈവം എന്നോടങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങ് ദൈവഹിതം ചെയ്ത് കളയും. നോ, നീ ചെയ്യത്തില്ല. അങ്ങനെ ആരെങ്കിലും യോന ചെയ്യണമായിരുന്നു. കാരണം യോനയോട് ദൈവം പറഞ്ഞതാ എങ്ങോട്ട് പോകാൻ? നിനവയിലേക്ക് പോകാൻ. കേട്ടതാണ്, ചെയ്തില്ല, തർസീസിലേക്കാണ് പോയത്. സ്തോത്രം. അതുകൊണ്ട് കേട്ട് കഴിഞ്ഞാൽ ഞാനങ്ങ് ചെയ്തു കളയും എന്നാർക്കും പ്രമാണം തക്കണം കഴിയത്തില്ല. എന്നാൽ ആത്മാവിൽ നിറഞ്ഞ് ആത്മനിറവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതായ പ്രാർത്ഥന ആയിരിക്കുന്നു. മാത്രമല്ല അത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയം കണ്ട യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. മത്തായി 18:19, ഭൂമിയിൽ വച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്വനായ എൻ്റെ പിതാവെങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. നിങ്ങളന്ന് ശിഷ്യന്മാരെ നോക്കിയാണ് പറഞ്ഞതെങ്കിലും ഇന്ന് പകൽക്കാലം സഭയുടെ കാന്തനാകുന്ന കർത്താവും ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് അത് ദൈവത്തിൻ്റെ കൃപയാൽ ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് യേശുവിൻ്റെ പ്രാർത്ഥന ഭൂമിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ അത് പെർഫെക്റ്റ് പ്രെയറാണ്. 2, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എന്താണോ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് അതേ പ്രാർത്ഥന ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് അതൊരു പെർഫെക്റ്റ് പ്രെയർ മാത്രമല്ല, അതൊരു ഹെവൻലി പ്രെയർ കൂടിയാണ്. സ്വർഗത്തിൽ യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഭൂമിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് പ്രെയർ മാത്രമല്ല, അതൊരു ഹെവൻലി പ്രാർത്ഥനയാണ്. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. സോ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് സ്തോത്രം, തിന്മയായി എന്തെങ്കിലും ഭവിച്ചാലും തൊട്ടടുത്ത വാക്യം റോമർ 8:26 കഴിഞ്ഞ് താഴേക്ക് വായിക്കുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ നടക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് 28-ാം വാക്യം, തിന്മയ്ക്കായി എന്തെങ്കിലും പ്രവർത്തിച്ചാലും നിങ്ങൾ നടക്കുന്നത് ദൈവത്തിൻ്റെ ട്രാക്കിലാണ്, നിങ്ങൾ നടക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിലാണ്. നിങ്ങൾ നടക്കുന്ന ദൈവത്തിൻ്റെ ഹിതത്തിലാണെങ്കിൽ, ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ, സ്തോത്രം, അതെ, തിന്മയ്ക്കായി എന്തെങ്കിലും സംഭവിച്ചാലും പേടിക്കേണ്ട, അത് ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പിന്മാറ്റത്തിൽ പോയി നിങ്ങൾ തൊലയുന്ന കാര്യമോ പാപം ചെയ്ത് ലോകത്തെ സ്നേഹിച്ച് തെറ്റിപ്പോകുന്ന കാര്യമല്ല പറയുന്നത്. കർത്താവിന് ആകുന്ന കുശവൻ്റെ കയ്യിലിരുന്ന് ഒരു പാത്രം ഉടഞ്ഞു പോയാൽ, ഒരിക്കൽ കൂടെ ചാടിപ്പോയി പാത്രം ഉടഞ്ഞതല്ല, കുശവൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ, ഇരമ്യ 18 വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. കുശവൻ്റെ കയ്യിലിരുന്ന് ആ പാത്രം ഉടഞ്ഞു പോയി, ചാടിപ്പോയിട്ടല്ല, പിന്മാറ്റത്തിൽ പോയല്ല. മനസ്സിലാക്കുന്ന റാമയം പറഞ്ഞേ, കുശവൻ്റെ കയ്യിൽ ഇരുന്നപ്പോൾ തന്നെ ആ പാത്രം ചീത്തയായിപ്പോയി. കുശവൻ്റെ കയ്യിലിരുന്ന് ആ പാത്രം ചീത്തയായിപ്പോയി. ആ പാത്രമേ പേടിക്കണ്ട, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ബെറ്ററായിട്ടാണ് ഇനി നിന്നെ കർത്താവ് തീർക്കാൻ വേണ്ടി പോകുന്നത്.
കർത്താവിൻ്റെ കയ്യിൽ ഇരുന്നപ്പോഴാണ് എനിക്കിത് സംഭവിച്ചത് എന്ന് ആരേലും പറയുന്നെങ്കിൽ ഇൻ ജീസസ് നെയിം അവർക്കാണ് ലാറ്റർ ഗ്ലോറി ദൈവകൃപയാൽ വെളിപ്പെടുവാൻ പോകുന്നത്. തിന്മയ്ക്കായി യോസഫ് ഇരുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. നിങ്ങൾക്കറിയാം, സ്തോത്രം, യാക്കോബിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ യോസഫിനോട് കൂടെ, എന്നാൽ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആവർത്തിച്ച് കുണ്ടുകിണറ്റ് തുടങ്ങി, അല്ലെങ്കിൽ പൊട്ടക്കിണർ തുടങ്ങി, അങ്ങ് ഫറവോൻ്റെ കൊട്ടാരം വരെ യോസഫിനെ നോക്കി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അധ്യായങ്ങൾ നിങ്ങൾക്ക് ആവർത്തിച്ച് വായിപ്പാൻ കഴിയുന്ന ഒരു വാക്യമാണ്. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ യഹോവ, അങ്ങനെ അല്ല പറയേണ്ടത്. എന്നാൽ യേശു എന്നോട് കൂടെ ഉണ്ട്. എന്നാൽ യേശു എന്നോട് കൂടെ. അപ്പം നടക്കുന്നത് കർത്താവിൻ്റെ വഴിയിലൂടെ ആണ് എങ്കിൽ രൂപേനാകട്ടെ, ശിമേനാകട്ടെ, ലേവിയാകട്ടെ, യഹൂദയാകട്ടെ, സഹോദരന്മാരാകട്ടെ, അവരെല്ലാം തിന്മയ്ക്കായി കൂടി എല്ലാം ചെയ്തപ്പോഴും 50-ാം അധ്യായം 20-ാം വാക്യത്തിൽ യോസഫിന് പറയാനുള്ളത്, നിങ്ങൾ തിന്മയ്ക്കായി ചെയ്തു, പക്ഷേ എൻ്റെ ദൈവം സകലതും നന്മയ്ക്കായി കൂടി തീർത്തു. ആത്മാവിൻ്റെ വഴിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിൽ ബന്ധുക്കളും സാധാനും സ്തോത്രം മനുഷ്യരൊക്കെ തിന്മയ്ക്കായി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ പിടിച്ചു നിന്നോളാം. അല്പം കഴിയുമ്പോൾ സ്തോത്രം ഇന്നലകൾ കണ്ടതായ സകല തിന്മകളും ഏറ്റവും മനോഹരമായി അവരുടെ മുൻപിൽ തന്നെ അവർ നിന്നെ സല്യൂട്ട് ചെയ്യുവാൻ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എന്നിട്ട് അവർ നിന്നെ നോക്കി പറയും, നീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നീ പണ്ടേ പൊളിഞ്ഞു പോയേനെ. നീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ശാന്തി നികേതൻ എന്നല്ലേ പറയുന്ന സ്ഥലത്തിൻ്റെ പേര്, ശാന്തി കവാടം. നീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ശാന്തി കവാടത്തിൽ നീ ജാരമായി പോയേനെ. എന്നാൽ റിസറക്ഷനും ലൈഫുമാകുന്ന കർത്താവ് നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നീ ഈ രീതിയിൽ എത്തിച്ചേർന്നതെന്ന് അവരെ കൊണ്ട് പറയിപ്പിപ്പാൻ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സോ ഗ്ലോറിഫിക്കേഷൻ. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് തുലയ്ക്കാനല്ല, തകർക്കാനല്ല. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നന്നാക്കാനാണ്. ഞാനിത് ഇന്ന് രാവിലെ 9:30-ക്കാണ് സ്തോത്രം ജെറിയുടെ ഫോൺ ഒത്തിരി മിസ് കോൾ ഞാൻ കണ്ടത്. ജെറിയുടെ 2ാമത്തെ വിരലിൽ നിന്ന് ഒത്തിരി അങ്ങ് നീളം കുറഞ്ഞു. കാരണം എൻ്റെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ കുത്തി കാരണം ഇത്രയും മിസ് കോളുണ്ടോ. ഞാനാണെങ്കിൽ ഒരു വല്ലാത്ത ജീവി. ഉപവാസ ദിവസങ്ങളിൽ ഞാൻ ഫോണും മറ്റൊന്നും നോക്കത്തില്ല. 9:30-ക്ക് ശേഷമാണ് എൻ്റെ ഫോണെന്ന് പറയുന്നത്. എനിക്കൊരു ഫോണുണ്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് 9:30 മണിക്ക് ശേഷം. 9:30-ക്ക് ശേഷം ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും കുറേ മിസ് കോൾ. അപ്പോൾ 9:30-ക്കാണ് പറഞ്ഞത് ഇന്ന് അനീഷ് പാസ്റ്റർ വരത്തില്ലെന്ന്. പിന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായത് ഗ്ലോറിഫിക്കേഷൻ എന്ന വിഷയത്തിൽ അപ്പച്ചൻ എങ്ങനെയാണ് പറഞ്ഞത്, പോയി എൻ്റെ പിള്ളേരുടെ അടുത്ത് പറ, ഞാനവരെ നന്നാക്കി അടങ്ങത്തുള്ളൂ. അവൻ ആരംഭിച്ചു കഴിഞ്ഞു. കർത്താവ് ആരംഭിച്ചു കഴിഞ്ഞാൽ അവസാനിപ്പിച്ചിട്ടേ അപ്പച്ചൻ കൈ പിൻവലിക്കത്തുള്ളൂ. അവൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനി തൊലയാൻ പറ്റത്തില്ല, ഇനി ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല, ഇനി നാണം കെടാൻ പറ്റത്തില്ല, ഇനി നിന്ദിക്കപ്പെടാൻ പറ്റത്തില്ല. ആ നിന്ദകൾ മുഴുവൻ ഉരുണ്ട് മാറുകയാണ്, ആ പരാജയങ്ങൾ മുഴുവൻ ജയമാകുകയാണ്. ഇതെല്ലാം ജീവൻ്റെ സാക്ഷികളാണ്. പത്രോസ് പറയുന്ന പോലെ അതേ മെജസ്റ്റിക് വിറ്റ്നസ്, മഹിമ കണ്ട സാക്ഷികളാക്കി ഈ ദൂതിന് കീഴിലിരിക്കുന്ന സകല വ്യക്തികളെ, കുടുംബങ്ങളെ മഹിമ കണ്ട സാക്ഷികളാക്കി കർത്താവ് തീർക്കുവാൻ പോകുന്നു. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവകൃപയാൽ ആ ദൂത് ഏറ്റെടുത്താണ്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞ കർത്താവ് ആരംഭിച്ചു കഴിഞ്ഞു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ആ വിഷയങ്ങളെ ആരംഭിച്ചു കഴിഞ്ഞു. തിന്മയ്ക്കായി കണ്ടത്, തിന്മയ്ക്കായി അനുഭവിച്ച സകലതും നന്മയ്ക്കാക്കി തീർക്കാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. തുറന്നുവിട്ട കൂട്ടിൽ നിന്ന് ഒരു സിംഹം പുറത്തിറങ്ങിക്കഴിഞ്ഞു. സിംഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇര പിടിച്ചിട്ട് മാത്രമേ സിംഹം തിരികെ വരത്തുള്ളൂ. യഹൂദ ഗോത്രത്തിലെ സിംഹം പുറപ്പെട്ടു കഴിഞ്ഞു. നിന്റെ യുദ്ധം
നിന്റെ യുദ്ധം അവന് ഏറ്റെടുത്ത് കഴിഞ്ഞു. നീ ആരെന്ന് സെക്രട്ടേറിയറ്റ് തുടങ്ങി ലോക്കൽ ഓഫീസ് വരെ നീ ആരെന്ന് ഈ ആഴ്ചകൾ, ഈ ദിവസങ്ങളിൽ സ്വർഗത്തിൽ ദൈവം തെളിയിച്ചിരിക്കും. മുൻ നിയമിച്ചെങ്കിൽ, വിളിച്ചെങ്കിൽ, നീതീകരിച്ചെങ്കിൽ ദൈവം തന്നെ നിർത്തുവാൻ പോകുന്നത് കരിക്കട്ട പോലെയല്ല, തേജസ്വീകരണം, മഹത്വീകരിച്ച് ദൈവം നിർത്താൻ പോകുക. ഗ്ലോറിഫിക്കേഷൻ, സ്തോത്രം, മഹത്വീകരണം. ആ മഹത്വീകരണത്തിൻ്റെ പ്രത്യേകത എന്താ? റോമർ 8:29 നോക്കിയേ. മഹത്വീകരണത്തിൻ്റെ പ്രത്യേകത റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾ വായിച്ച്, എനിക്ക് അങ്ങ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കൽ കൂടെ, റെഡി, 1 2 3. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അർത്ഥം, മഹത്വീകരണമെന്ന് പറഞ്ഞാൽ സ്തോത്രം ആരെപ്പോലെയാകുന്നു? തൻ്റെ ആദ്യജാതനാകുന്ന, അത് തന്നെ യേശു കർത്താവിനെ പോലെയാകുന്നു. യേശു കർത്താവിനെ പോലെയാകുന്നു. സ്തോത്രം. നമുക്ക് മുൻപായി ആദ്യജാതനായി സ്തോത്രം ഒരുവനെ കർത്താവ് അയച്ചിരിക്കുന്നു. ആമേൻ. ഞാൻ എൻ്റെ വീട്ടിലെ ആദ്യജാതനാണ്. അതിൻ്റെ എല്ലാ കുഴപ്പവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. കാരണം എന്താണെന്നറിയോ? നമുക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. നിന്നെ കണ്ട മറ്റു പിള്ളേർ പഠിക്കുന്നേ കേട്ടിട്ടുണ്ടോ? ആദ്യജാതന്മാരങ്ങനെ കേട്ടിട്ടുണ്ടോ? നിന്നെ കണ്ട ഇപ്പോൾ കൈ ഉയർത്തുന്ന ഈ പാത്രങ്ങൾ, ഈ ദീനപാത്രങ്ങൾ മുഴുവൻ ആദ്യജാതന്മാരാകുന്നു. നിന്നെ കണ്ട മറ്റ് പിള്ളേർ പഠിക്കും. അപ്പം മറ്റ് പിള്ളേരെ കൂടെ സ്തോത്രം അതിൻ്റെ ചുമതലൂടെ നമുക്കാണ് മുൻപേ നടക്കുന്ന ഗോപതൻ്റെ കമാൻ. അതിനെ ഗോവെന്ന് എന്തിനാ വിളിക്കുന്നത് ഈ 13-ാം ദിവസം? സ്തോത്രം. അപ്പം നോക്ക്, അപ്പം നമ്മളെങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും പിന്നാലെ വരുന്നതായ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നതുപോലെ സ്വർഗീയ കുടുംബത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആദ്യജാതനാകുന്ന കർത്താവായ യേശു ക്രിസ്തു ഏത് ലെവലിലാണോ പിതാവായ ദൈവം സ്തോത്രം കാണുന്നത്, അതേ സ്റ്റാൻഡേർഡിലാണ് അവൻ നമ്മെ കാണുന്നത്. ഒരിക്കൽ കൂടെ, പുത്രനെ കണ്ട അതേ സ്റ്റാൻഡേർഡിലാണ് കർത്താവ് നമ്മെ കാണുന്നത്. കമാണ്, എത്ര വലിയ പദവിയാണ്. സ്തോത്രം. ഉദാഹരണമായി ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, പുത്രന് കൊടുത്ത ഫസ്റ്റ് ക്വാളിറ്റി പരിശുദ്ധാത്മാവ് നമുക്ക് തന്നത് സെക്കൻഡ് ക്വാളിറ്റി പരിശുദ്ധാത്മാവും അല്ലല്ലോ. പുത്രന് കൊടുത്ത അതേ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പിതാവായ ദൈവം നമ്മെ പരിശുദ്ധാത്മാവിൽ അതേ പരിശുദ്ധാത്മാവ് നിറച്ചിരിക്കുന്നത് കൊണ്ട് യേശു കർത്താവിന് ഏത് സ്റ്റാൻഡേർഡിലാണോ പിതാവായ ദൈവം കണ്ടത്, ആ സ്റ്റാൻഡേർഡിലാണ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ദൈവമക്കളെ വളരെ ശക്തമായി ഞാൻ പറയട്ടെ. അപ്പോൾ മഹത്വീകരണം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്രൈസ്റ്റ് ആയതുകൊണ്ട്, ഒരിക്കൽ കൂടെ, മഹത്വീകരണം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്രൈസ്റ്റ് ആയതുകൊണ്ട് ലയോളയുടെ സ്റ്റാൻഡേർഡിലോ സെൻറ്റ് തോമസിൻ്റെ സ്റ്റാൻഡേർഡിലോ സർവോദയയുടെ സ്റ്റാൻഡേർഡിലോ, നല്ല സ്കൂളുകളാണ് കേട്ടോ. സ്തോത്രം. അതേ, ഡോൺ ബോസ്കോയുടെ സ്കൂളിലോ, ജോൺ ബോസ്കോ എന്നല്ല ഞാൻ പറഞ്ഞത്, ഡോൺ ബോസ്കോയുടെ സ്കൂളിലോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൻ്റെ സ്റ്റാൻഡേർഡിലോ കിങ്സ് കോളേജിൻ്റെ സ്റ്റാൻഡേർഡിലോ അല്ല. അതിനൊക്കെ ഓരോ പരിധിയുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡിനെ കർത്താവ് റേസ് ചെയ്തിട്ട്, മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ നിലവാരങ്ങളെ ഉയർത്തി, മഹത്വീകരണം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡിൽ ദൈവം നിങ്ങളെ നടത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. സോ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണ്? ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡാണ്. അല്ലാതെ പ്രസ്ബിറ്റേറിയൻ്റെയോ ബാപ്റ്റിസ്റ്റിൻ്റെയോ പെന്തിക്കോസിൻ്റെയോ സ്തോത്രം അതേ ന്യൂ ജനറേഷൻ്റെയോ നോ ഒരു നിങ്ങളുടെ ലോക്കൽ ചർച്ചിൻ്റെ സ്റ്റാൻഡേർഡിലല്ല. പകരം ഓരോ വിശ്വാസിയും ഓരോ ദൈവമക്കൾ ദൈവദാസന്മാർ ഏറ്റെടുക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡിലാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. സ്തോത്രം. റോമർ 8:29 ഒരിക്കൽ കൂടെ ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ച് അല്പമൊന്ന് മനസ്സിൽ നമുക്കൊന്ന് മനഃപ്പാടമാക്കേണ്ടതായിട്ടുണ്ട്. ശബ്ദം ഉയർത്തി വായിച്ച്, റെഡി, 1 2 3. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. രണ്ടുപേരെ തൊട്ട് പറ, യേശുവിനെ പോലെ, യേശുവിനെ പോലെ, യേശുവിനെ പോലെ, യേശുവെ പോലെ ആകുവാൻ. യേശുവിൻ വാക്കു കാക്കു. ആരാ കേൾക്കാനെന്ന് പറഞ്ഞു? സ്തോത്രം. അതെ, യേശുവെ പോലെ. ആ പാട്ടുണ്ടായത് ഈ വാക്യ നിമിത്തമാണ്.
വീണ്ടും ഇതിന് പാരലായിട്ട് ഇതേ കാര്യം തന്നെ വെളിപ്പെടുത്തുന്ന വേറൊരു വാക്യം കൂടെയുണ്ട്. എബ്രായലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. എബ്രായലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. എബ്രായലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. സകലത്തിനും ലാക്കും, വായിക്ക് കുഞ്ഞുങ്ങളെ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതവുമായവൻ അനേകം പുത്രന്മാരെ, എത്ര പുത്രന്മാരെ പറഞ്ഞേ? എത്ര പുത്രന്മാരെ ദൈവത്തിന് ഈ പട്ടണത്തിലുണ്ട്? ഈ രാജ്യത്തിൽ ദൈവത്തിന് എത്ര പുത്രന്മാരുണ്ട്? അനേകം പുത്രന്മാരെ. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഈ ദൂത് പറയുമ്പോൾ ഒരിക്കൽ കൂടെ ആ പാദം ശബ്ദമുയർത്തി ശക്തിയോടെ പറഞ്ഞാട്ടെ, ദൈവത്തിന് എത്ര പുത്രന്മാരുണ്ട്? ഓ, നല്ല വെയിറ്റോടെ പറഞ്ഞേ, കമാൺ. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. അപ്പോൾ അവൻ്റെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ യേശു പറഞ്ഞു, എന്നെ പിടിച്ചോ, കാരണം അനേക പുത്രന്മാർ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. എന്നെ അടിച്ചോ, കുഴപ്പമില്ല, അനേക പുത്രന്മാർ ഉണ്ടാകാൻ പോവുക. എൻ്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറങ്ങിക്കോ, കാരണം ഈ എഫേർട്ടിന്, ഈ പെയിന്, ഈ രക്തത്തിന്, ഈ അടിപ്പിണറിന് അനേക പുത്രന്മാർ സ്തോത്രം ഉളവാകാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നല്ലൊരു സഹോദരനുണ്ട്, ജിസൺ ആൻ്റണി എന്നാണ് പേര്. ലോഡ്സൺ അറിയാമോ അദ്ദേഹത്തെ? അറിയാമോ? ചെറിയ പരിചയമുണ്ട്. അവസാനമായിട്ട് എന്നാ കണ്ടേ? നിങ്ങൾ മിക്കവാറും കാണാറില്ലെന്നാണ് കേട്ടത്. സ്തോത്രം. ആൻ്റണി പാസ്റ്ററിന് 2 പിള്ളേരുണ്ട്. 2 പിള്ളേരെയും കൂടെ ഒരുമിച്ചെടുത്ത് ഇൻ്റർവ്യൂ ചെയ്യുവാൻ ഈ ഉള്ളവന് ആഗ്രഹമുണ്ട്. റിയലി നമുക്കത് ഇൻ്റർവ്യൂ എടുക്കണം. എന്നിട്ട് സ്തോത്രം പപ്പയെക്കുറിച്ച് നമുക്ക് നല്ലൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. കാരണം പപ്പ അതിന് യോഗ്യനാണ് കേട്ടോ. നിങ്ങളെ 2 പേരെ എനിക്ക് വേണം, ഒരു 2 മണിക്കൂർ. ഇപ്പം ജിസൻ എങ്ങനെ വളരെ ഗംഭീരമായി പാടാറുണ്ട്. ക്രൂശുമായി പോകും നേരം എന്നെയും തിരഞ്ഞവൻ. ഒരിക്കൽ കൂടെ, ക്രൂശുമായി പോകും നേരം എന്നെയും തിരഞ്ഞവൻ. ബാക്കി എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അർത്ഥം, തോളിൽ വലിയ പച്ച മരത്തിൻ്റെ കുരിശ്, പൈൻ മരത്തിൻ്റെയാണ്. ഉണങ്ങിയ മരമായിരുന്നെങ്കിൽ കുറച്ച് വെയിറ്റ് കുറഞ്ഞേനെ. പച്ച ആകുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടുതലായിരുന്നു. തലയൊരു മുൾക്കിരീടമുണ്ട്. ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി, മറ്റേ കണ്ണ് ഭാഗികമായേ കാണത്തുള്ളൂ. ഒരു ചെവിയില്ല, അടിച്ച് തകർത്ത്. മൂക്കിൻ്റെ ഈ കാർട്ടിലേജ് ഇല്ല, 2 ചുണ്ടുമില്ല, ചാട്ടവാറടിയിൽ പോയി. സ്തോത്രം. ഇതാണ് ഒറിജിനൽ ടെക്സ്റ്റ് പറയുന്നത്. 2 ചുണ്ടില്ല, ഒരു ചെവിയില്ല, ഒരു മൂക്കില്ല. അതാണ് യെശയ്യാ പറയുന്നത്, രൂപഗുണം ഇല്ലാത്തവനായി. സോ ഈ രീതിയിലാണെങ്കിൽ അവൻ ആരെന്ന് അമ്മ മറിയയ്ക്ക് പോലും തിരിച്ചറിയാൻ കഴിയത്തില്ല. നിനക്ക് ഈ പട്ടണത്തിൽ ഒരു രൂപമുണ്ടാകാൻ അവൻ്റെ രൂപഗുണം നഷ്ടപ്പെട്ടു. സോ ഇവനെ ഈ കഷ്ടാനുഭവങ്ങളിൽ നടത്തിയത്, സ്തോത്രം, അതേ ഒരു കൂട്ടം ദൈവത്തിൻ്റെ മക്കൾ അവർ തേജസ്സിൻ്റെ മക്കളായി തീരുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സ്തോത്രം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, മഹത്വീകരണത്തിൻ്റെ സ്റ്റാൻഡേർഡ് യേശുവാണ്. സ്തോത്രം. യേശുവിൻ്റെ സ്റ്റാൻഡേർഡിലാണ് കർത്താവ് നമ്മെ നടത്താൻ ആഗ്രഹിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. സോ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ സ്തോത്രം കർത്താവ് യേശു ക്രിസ്തു അവർ നമുക്ക് സ്തോത്രം കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി. അപ്പോൾ പിതാവായ ദൈവം ചുമ്മാതല്ല അവന് ഇട്ടുകൊടുത്തത്. സ്തോത്രം. ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ പറ, അങ്ങനെ തന്നെ ഇരിക്കും. അത് ചത്തുവെങ്കിലും വളരെ ഫലമുണ്ടാകുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വർദ്ധിക്കുമ്പോൾ മനസ്സിലാക്കണം, കർത്താവ് യേശുവിൻ്റെ ക്രൂശ് നിമിത്തമാണ് പച്ചവെള്ളത്തിൻ്റെ സ്ഥാനത്ത് കഞ്ഞിവെള്ളം കിട്ടിയത്. മനസ്സിലായോ? സാധാ കുത്തിത്തച്ചിട്ട വസ്ത്രത്തിൻ്റെ സ്ഥാനത്ത് നല്ല ബ്രാൻഡ് ഇട്ടിരിക്കുന്നത് ബിക്കോസ് ഓഫ് ക്രോസ് ആണ്. ആ വീട്ടിൽ കയറി പോകുമ്പോൾ പറയണം ഈ വീട് കിട്ടിയത്. AC കാറിൽ കയറുമ്പോൾ പറയണം ഈ കാറ് കിട്ടിയത്, ജോലി കിട്ടിയത്, പഠിച്ചത്, ഉയർന്നത് എല്ലാം സ്റ്റാൻഡേർഡ് റേസ് ചെയ്യുമ്പോൾ താഴേക്ക് പോകാൻ ദൈവം വിളിച്ചിട്ടില്ല. സ്റ്റാൻഡേർഡ് റേസ് ചെയ്യുമ്പോൾ
ഇതെൻ്റെ കഴിവാണ്, എൻ്റെ കൈമിടുക്കാണെന്ന് ആരും പറയല്. എൻ്റെ അപ്പച്ചൻ നിമിത്തമാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഉയരുന്നത്. സ്റ്റാൻഡേർഡ് ഉയരട്ടെ. ഇടയൻ്റെ വീട്ടിൽ നിന്നൊരു രാജാവ് ഉയർന്നപ്പോൾ, ഒരിക്കൽ കൂടെ, ഇടയൻ്റെ വീട്ടിൽ നിന്ന് ഒരു രാജാവ് ഉയർന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർന്നതുപോലെ ആടും മാടി വളർത്തി കിടന്നവൻ്റെ വീട്ടിൽ നിന്ന് പ്രധാനമന്ത്രിയായി ഒരുത്തം വന്നപ്പോൾ 70 പേരുടെ സ്റ്റാൻഡേർഡ് ഉയർന്നു എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ രാജാതി രാജാവ് കർത്താവിൻ്റെ ആത്മനിറവ് നിൻ്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ എത്രയധികമായിട്ടാണ് നിൻ്റെ സ്റ്റാൻഡേർഡ് ഉയരുന്നത്. നിലവാരങ്ങൾ ഉയരുന്ന ഒരു ഉപവാസമാക്കി ഈ ദിവസങ്ങൾ ഉപവാസം തീരുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നിലവാരങ്ങൾ ഉയരുന്ന ഉപവാസമാക്കി ഉപവാസങ്ങൾ തീരട്ടെ. എന്നോട് ചിലർ സ്തോത്രം ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വന്ന് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് കരഞ്ഞ് നിരാശപ്പെടുന്നവരായി ചിലർ കയറി വന്ന് 6 മാസം കഴിയുമ്പോൾ അവിടെ അവസ്ഥ അങ്ങ് മാറുകയില്ലയോ? അത് ഇവിടെയുള്ള ആരുടെയെങ്കിലും മരമോന്തായം കണ്ടിട്ടല്ല, നമ്മുടെ മധ്യത്തിൽ ഉള്ള ഒരു കർത്താവുണ്ട്. ഞാൻ ഈ ഓവർ പ്രോസ്പെരിറ്റി പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിക്കുകയല്ല, പകരം കർത്താവ് നിലവാരങ്ങളെ മാറ്റുന്നവൻ തന്നെയാണ് യേശുവിൻ്റെ നാമത്തിൽ. ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡിൽ സ്തോത്രം പിതാവായ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. അതാണ് മഹത്വീകരണം. രണ്ടാമതായി പ്രത്യാശയാണ് മഹത്വീകരണം. ദൈവജനത്തിൻ്റെ ഹോപ്പാണ് മഹത്വീകരണം. മഹത്വീകരണം എന്ന് പറയുന്നത് സ്തോത്രം ഒരു മഹത്വീകരണം എനിക്കുണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നത് അത് പ്രസൻറ്റിൻ്റെ ടോണല്ല, അത് പ്രത്യാശയാണ്. ഭാവിയിൽ സംഭവിപ്പാൻ പോകുകയാണ്. അടുത്ത നിമിഷമായിരിക്കാം, അടുത്ത ദിവസമായിരിക്കാം, അടുത്ത ആഴ്ചയായിരിക്കാം, അടുത്ത വർഷങ്ങളായിരിക്കാം. ഒരു ദിവസം ഇതാ സ്തോത്രം എനിക്കൊരു മഹത്വീകരണം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ആ വാക്യം വീണ്ടും ഞാൻ പറയുമെങ്കിലും ഒരിക്കൽ കൂടെ പറയട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 52-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശ ഇല്ലാത്തവരെ പോലെ ആയിരിക്കില്ല. എല്ലാവരും സ്തോത്രം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലത്തെങ്കിൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിൻ്റെ ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അതാണ് നമ്മുടെ പ്രത്യാശ. എല്ലാവരും പറഞ്ഞാട്ടെ, പ്രത്യാശ. പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ പാടില്ല. പ്രത്യാശയ്ക്ക് ഭംഗം വരല്. വീണ്ടും ഇതിൻ്റെ പാരലായി ഒരു വാക്യം കൂടെ വായിക്കാം. എല്ലാവർക്കും അറിയാം, 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. മഹത്വീകരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയാണ്. 1 കൊരിന്ത്യർ ലേഖനം 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. സ്തോത്രം പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനമാണ് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം. പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനമാണ് 1 തെസ്സലോനിക്ക ലേഖനം. ഒരിക്കൽ കൂടെ, പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനമാണ് 1 തെസ്സലോനിക്ക ലേഖനം. അതിൻ്റെ 4-ാം അധ്യായം 13-ാം വാക്യം വായിച്ചേ. റെഡി? സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാതെ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനർത്ഥം ഇതാണ്, സ്തോത്രം, അതെ, പ്രത്യാശ ഉള്ളവരാണ്, പ്രത്യാശയിലേക്ക് നമ്മെ നടത്തുന്നതാണ്. അല്ലെങ്കിൽ പ്രത്യാശ ഉള്ളവർക്കാണ് മഹത്വീകരണം, ഗ്ലോറിഫിക്കേഷൻ എന്നത് നമ്മുടെ പ്രത്യാശയാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞേ, പ്രത്യാശ. കേട്ടില്ല? ഒരിക്കൽ കൂടെ. മനോമോഹൻ ബ്രദർ എഴുതിയ നല്ലൊരു പാട്ടുണ്ട്. ഇത് പ്രത്യാശയെ യേശു നൽകുന്ന പ്രത്യാശയെ. അതേ, ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് അത് സ്തോത്രം ദൈവകൃപയാൽ പ്രത്യാശയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ പ്രത്യാശയെക്കുറിച്ചൊരു ഗംഭീര വാക്യമുണ്ട്. കാണാതെ പഠിച്ചിരിക്കണം എല്ലാവരും. ഇന്ന് സ്തോത്രം രാത്രി വീട്ടിൽ പോയി രാവിലെയും ഉച്ചയ്ക്കും ഉപവസിച്ചതിന് പകരം പ്രതികാരം ചെയ്യുവാൻ ചിക്കൻ്റെ കാല് പിടിക്കുന്ന എല്ലാവരും സ്തോത്രം ഇന്ന് രാത്രി ചിക്കൻ്റെ കാല് പിടിക്കും മുമ്പ് ഈ വാക്യം കാണാതെ പഠിച്ചിരിക്കണം. എബ്രായ ലേഖനം 6-ാം അധ്യായം സ്തോത്രം അതെ 19-ാം വാക്യം. ആ പ്രത്യാശ ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. ശബ്ദമുയർത്തി പറഞ്ഞേ, ആ പ്രത്യാശ ആത്മാവിൻ്റെ നങ്കൂരം തന്നെ. എല്ലാവരും പറഞ്ഞേ, നങ്കൂരം. നങ്കൂരം. പ്രത്യാശ എന്നത് അതൊരു നങ്കൂരമാണ്. നങ്കൂരം കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ, പടത്തില്ലെങ്കിലും. സ്തോത്രം നേരിട്ട് കണ്ടിട്ടില്ല. നങ്കൂരം, ആങ്കർ. സ്തോത്രം, ആങ്കർ. ഇത് കരയിൽ ഉപയോഗിക്കുന്ന സാധനമല്ല. നങ്കൂരം കടലിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. കപ്പലിൻ്റെ ഒരു ഭാഗമാണ് നങ്കൂരം. വരുവനയോനാച്ചായൻ്റെ പ്രവചന ശബ്ദമനുസരിച്ച് എന്ന പോലെ ആ സ്ലാങ്ങിൽ പറഞ്ഞാൽ ഹുങ്കാര ശബ്ദത്തോടെ
പിള്ളേരെല്ലാം ഞെട്ടി. സ്തോത്രം. അപ്പോൾ ആ ദേവദാസൻ പ്രസംഗിക്കുമ്പോൾ ഭൂതങ്ങൾ എത്ര ഭയങ്കരമായി ഞെട്ടുമായിരിക്കും. സ്തോത്രം. അപ്പോൾ ഹുങ്കാര ശബ്ദത്തോടെ തിരമാല പൊങ്ങുമ്പോൾ നങ്കൂരമിട്ട് അത് ഉറച്ചു നിൽക്കുന്ന പോലെ, അങ്ങനെയാണോ ദൈവം പ്രവചിക്കുന്നത്? സ്തോത്രം. അപ്പോൾ ഹുങ്കാര ശബ്ദത്തോടെ നിനക്ക് നേരെ വെല്ലുവിളികൾ പൊങ്ങുമ്പോൾ നിന്നെ നിർത്തുന്നത് ബാങ്കിലെ പൈസയല്ല, പ്രോപ്പർട്ടിയുടെ ഡീലല്ല, പ്രത്യാശയുടെ നങ്കൂരമാണ്. പ്രത്യാശയുടെ നങ്കൂരമാണ് അർത്ഥം. സ്തോത്രം. അതെ, പ്രോബ്ലംസ് ഉണ്ട്, ടർബുലൻസ് ഉണ്ട്, പക്ഷെ അല്പം കഴിഞ്ഞ് എല്ലാം നോർമലാകും. ഈ കൊടുങ്കാറ്റ് കടന്നു പോകും. ഒരു മഴയും പെയ്ത് തീരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും ശമിക്കാതിരുന്നിട്ടില്ല, ഒരു പ്രശ്നവും തീരാതിരുന്നിട്ടില്ല. നിങ്ങളും ഞാൻ കടന്നു പോകുന്ന സകല പ്രശ്നങ്ങൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, പക്ഷേ നിനക്ക് മാത്രം എക്സ്പയറി ഡേറ്റ് ഇല്ല. നിങ്ങൾ കടന്നു പോകുന്ന സകല വിഷയങ്ങൾക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇതെല്ലാം ശമിക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് സ്തോത്രം, പ്രത്യാശയാണ് മഹത്വീകരണം എന്ന് പറയുന്നത്. പ്രത്യാശയാണ് മഹത്വീകരണം. സ്തോത്രം. അപ്പോൾ ഈ കാണുന്നതായ ഈ ലോക ജീവിതമെന്ന് പറയുന്നത് താൽക്കാലികമാണ്. കാണാത്ത മറ്റൊരു മഹത്വ ലോകത്തേക്ക് നാം കാത്തിരിക്കുകയാണ്, അല്ലേ? സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി പറയുന്നു, ഈ ലോകത്തിൽ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന അരിഷ്ടന്മാരാണ്. ഈ ലോകത്തെക്കുറിച്ച് വീസ ഉണ്ടാകണം, ചെറുക്കനെ കെട്ടിക്കണം, പെണ്ണ് കെട്ടിയെടുക്കണം, വലിയ വീട് വേണം, കാറ് വേണം, പണം വേണം, സമ്പാദ്യം വേണം. ഈവൻ ശുശ്രൂഷ പോലും അത് ഇങ്ങനെ ഹാലൂസിനേഷൻ കണ്ട് ഇങ്ങനെ എന്തോ പറയാൻ ഒരു വല്ലാത്ത സ്തോത്രം മാനസിക രോഗിയെപ്പോലെ ഇങ്ങനെ കണ്ട് ലോകത്തിലുള്ള കാര്യം മാത്രം കണ്ട് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ അരിഷ്ടന്മാരെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ കോഴിയെപ്പോലെ താഴോട്ട് നോക്കുന്നവരല്ല, പന്നിയെപ്പോലെയും താഴോട്ട് നോക്കുന്നവരല്ല, പകരം നമ്മൾ മേലോട്ട് നോക്കുന്നവരാണ്. നമ്മൾ കാണുന്ന ലോകം, സ്തോത്രം, കാണുന്ന ലോകത്തെക്കാൾ ഒത്തിരി നല്ല ലോകമാണ് വരാനുള്ളതായ ലോകം. അതിന് പ്രത്യാശ വച്ചിരിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ നന്ദി പറഞ്ഞാൽ. ഹല്ലേലൂയ. സോ യേശു കർത്താവ് കടന്നു വരുന്നു. സ്തോത്രം. യേശു കർത്താവ് കടന്നു വരുന്നത് ഇതിനേക്കാൾ 10,000 മടങ്ങ് ബെറ്ററായിട്ടുള്ള ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. സ്തോത്രം. ദൈവം നമ്മെ കർത്താവ് കടന്നു വരുന്നത്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാൽ നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. പറഞ്ഞാട്ടെ. പിള്ളേരെ കല്യാണമല്ല നമ്മുടെ ലക്ഷ്യം. അതെല്ലാം നടന്നോളും മക്കളെ. നടക്കേണ്ട സമയത്ത് കൃത്യമായി നടന്നോളും. ഒരു സെക്കൻഡ് പോലും ഡിലേ ആകാൻ പാടില്ല. പക്ഷേ സ്തോത്രം, മഹത്വീകരണം എന്ന വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത് ഭൗതികമല്ല, നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത് നിത്യതയാണ്. ബില്ലി ഗ്രഹാം പറയുന്നു, സ്തോത്രം, ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാകുന്നു. ബില്ലി ഗ്രഹാം പണ്ട് പറഞ്ഞത്, ഞാൻ ഈ ലോകത്തിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രക്കാരൻ മാത്രമാകുന്നു. ഞാൻ ഈ ലോകത്തിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രക്കാരൻ മാത്രമാകുന്നു. സ്തോത്രം. അമേരിക്കയിൽ പോകുമ്പോൾ എമിറേറ്റ്സിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ രാവിലെ 4:30 മണിക്കാണ് വിടുന്ന പ്ലെയിന്. സ്തോത്രം. അവിടുത്തെ ലോക്കൽ ടൈം 7 മണിയാകുമ്പോൾ ദുബായിൽ ഇറങ്ങും. ഇവിടെ അപ്പോൾ സമയം 8:30 ഇവിടുത്തെ 8:30 ദുബായിൽ ഇറങ്ങുന്നു. ദുബായിയുടെ ടൈം 7 മണിക്കാണ്. അവിടുത്തെ 8:30 അടുത്ത ന്യൂയോർക്ക് ഫ്ലൈറ്റ്. ഇവിടെ അപ്പോഴേക്കും 10 മണിയാണ്. സ്തോത്രം. അപ്പോൾ ദുബായിൽ 1.5 മണിക്കൂറേ ഉള്ളൂ. കയറി ഇറങ്ങി അങ്ങ് പോകുമ്പോഴേക്കും സ്തോത്രം അടുത്ത പ്ലെയിൻ കയറുമ്പോഴേക്കും ഒരു ട്രാൻസിറ്റ്. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്ന ഒരു ട്രാൻസിറ്റ് പോലെ മാത്രമാണ്. ഈ ലോകത്തിലൂടെ 70 വർഷം 80 വർഷം പോട്ടെ, നിങ്ങൾ മിണ്ടുന്നില്ല, 100 വർഷം ഈ ലോകത്തിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പെർമനൻ്റ് ആയിട്ടുള്ള എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. പ്രത്യാശയുള്ളവർ നല്ല രാമേൻ പറ. പ്രത്യാശയില്ലാത്തവർ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യാശയില്ലാത്ത വീടുകളിൽ ഒരു മരണം നടന്നാൽ നെഞ്ചത്തടിച്ച് അവർ നിലവിളിക്ക്, എൻ്റെ അപ്പം വീട്ടിൽ നിന്ന് പോകുന്നേ എന്ന്. പ്രത്യേകിച്ച് ആ ബോഡി എടുക്കുമ്പോൾ അത് കേട്ടിട്ടുള്ളൊരു കരങ്ങൾ ഉയർത്തിയാട്ടെ. എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നേ എന്ന് അവരിങ്ങനെ അലച്ചുകൂയി നിലവിളിക്കാറുണ്ട്. പക്ഷേ വിശ്വാസികൾ വീട്ടിൽ പോയാൽ, പ്രത്യാശയുള്ളവർ വീട്ടിൽ പോയാൽ ദുഃഖമുണ്ട്, പക്ഷേ അടക്കലും പറച്ചിലും ചെറിയ കണ്ണുനീരും ഒക്കെ ഉള്ളൂ. എന്താ നീ മറ്റുള്ളവരെ പോലെ അങ്ങ് അലച്ചുകൂവി ഈ ഫാക്ടറി സൈറൻ പോലെ നിലവിളിക്കാത്തത് എന്ന് ചോദിച്ചാൽ അവർ പറയും, സ്തോത്രം, ഇത് വീട്ടിൽ നിന്ന് പോകുന്ന കേസല്ല, ഇത് വീട്ടിലേക്ക് പോകുന്ന കേസാണ്. മനസ്സിലായോ? ഇത് വീട്ടിൽ നിന്ന് പോകുന്ന കേസല്ല, ഇതിപ്പോൾ കൂട്ടിൽ നിന്നേ പോയിട്ടുള്ളൂ. ഇത് കൂട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോയിരിക്കുകയാണ്.
സഖരിയാവിനെ കുറിച്ച് ലൂക്കോസ് സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ ഒരു ബ്യൂട്ടിഫുൾ, 1-ാം അധ്യായത്തിൽ ഒരു ബ്യൂട്ടിഫുൾ വാക്യമുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. അവൻ്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം. സഖരിയാവേ, എലിസബത്തിൻ്റെ ഭർത്താവേ, യോഹന്നാൻ സ്നാപകൻ്റെ അപ്പൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ല, ഏത് സഖരിയാവോ? പഴയ നിയമത്തിലൊരു സഖരിയാവുണ്ടല്ലോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരുന്നത് കൊണ്ടാണ് ആ ഭാര്യയും മോനുമായിട്ടുള്ള ബന്ധം കൂടെ പറഞ്ഞു വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ സഖരിയാവിൻ്റെ അത് ശുശ്രൂഷകാലം നോക്ക്, 1:23, അവൻ്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. അതുകൊണ്ട് മഹത്വീകരണം എന്ന് പറയുന്നത് അതൊരു ഹോപ്പാണ്. മഹത്വീകരണത്തിൽ ക്രിസ്തുവാണ് നിൻ്റെ സ്റ്റാൻഡേർഡ്. 2, മഹത്വീകരണം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാൽ അതൊരു സ്തോത്രം എന്താണ്? അത് പ്രത്യാശയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. മഹത്വീകരണത്തിന് ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. മഹത്വീകരണത്തിന് ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. ഒറിജിൻ നോക്കുമ്പോൾ അതുപോലെ ആയിത്തീരുന്നതാണ് മഹത്വം. ഒരു ഒറിജിൻ, മനുഷ്യൻ്റെ ഒറിജിൻ നോക്കുക. മനുഷ്യൻ്റെ ഒറിജിൻ എവിടെയാണ്? മനുഷ്യൻ്റെ ഒറിജിൻ കാണണമെങ്കിൽ സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായമാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് മനുഷ്യനെ സ്തോത്രം ഏദേൻ തോട്ടത്തിൽ സൃഷ്ടിച്ച് ആക്കി വെച്ചു. ആമേൻ. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. ഹല്ലേലൂയ. അല്ലാതെ ഒരിക്കലും ചിന്തിക്കല്ലേ. ക്രോമസോൺ ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് അത് വാൽമാക്രിയായി, പിന്നെ അത് കഴിഞ്ഞിട്ട് തവളയായി, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്തോത്രം അത് ചെറിയ കുരങ്ങനായി, പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ കുരങ്ങനായി, എന്നിട്ട് വലിയ കുരങ്ങനായിട്ട് അതിങ്ങനെ തലമേൽ വാലിൽ ചുറ്റി ഇങ്ങനെ തലകീഴായി കിടന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം വാല് മുറിഞ്ഞപ്പോൾ കാലേ നടന്നു എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ പറ, നിൻ്റെ വലിയപ്പച്ചനായിരിക്കും കുരങ്ങൻ, എൻ്റെ വലിയപ്പച്ചൻ കുരങ്ങനല്ല. അതുകൊണ്ട് ആദിയിൽ ദൈവമായ കർത്താവ് മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചപ്പോൾ തൊട്ടത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഒരു മുള്ളമ്പന്നിയും ദൈവം തൊട്ടില്ല. ഓ കമാൻ. ഒരു ചൊറുതനത്തെയും ദൈവം തൊട്ടില്ല. അടുത്തിരിക്കുന്നവർ നോക്കി പറ, സ്നേഹമുണ്ടെങ്കില്ല, സ്നേഹമുള്ളതിൻ്റെ തൊടും പറഞ്ഞേ. ദൈവം തൊട്ടത്, ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനുണ്ടാക്കിയപ്പോൾ ദൈവം ആദാമിനെ മാത്രമേ ദൈവം തൊട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാറ്റിനെയും നോക്കി എലോഹിം ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞപ്പോൾ എല്ലാം മുളച്ചു വന്നു. പുല്ലും മുളച്ചു വന്നു, അതേ വൃക്ഷങ്ങൾ മുളച്ചു വന്നു, മൃഗങ്ങൾ ചലിച്ചു, പറവകൾ ചലിച്ചു. സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആ വാക്കിൻ്റെ ശക്തി. നോക്കിയേ, ദൈവം പറഞ്ഞപ്പോൾ ഒട്ടകപ്പക്ഷി മാത്രം അല്ല വന്നതായത്. ദൈവം പറഞ്ഞപ്പോൾ എല്ലാ നാനാവിധത്തിലുള്ള എല്ലാ പക്ഷികൾ, സ്തോത്രം, നടക്കുന്ന പക്ഷിയും പറക്കുന്ന പക്ഷിയും ഒക്കെ ഉണ്ടായി. ദൈവം പറഞ്ഞപ്പോൾ എല്ലാ മൃഗങ്ങളും ഉണ്ടായി. ആ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ ഇന്ന് പകൽക്കാലം ഇരിക്കുമ്പോൾ ഇല്ലാത്തതെല്ലാം വ്യക്തികളിൽ, കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. യെസ് 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 യെസ്. കരങ്ങളെ അടിച്ച് ഇല്ലാത്തതെല്ലാം ഉളവാകട്ടെ. കരങ്ങളെ ശക്തിയോടെ അടിച്ച് ശബ്ദമുയർത്തി ആരാധിച്ച് Isaiah 55:11, God's word never return void, it will accomplish the purpose of God. ദൈവം സ്തോത്രം തൻ്റെ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും വൃഥാവായി വരത്തില്ല. ജോർജങ്ങളെ വായിച്ചു നോക്കല്ലേ. സ്തോത്രം, അത് അയച്ച കാര്യത്തെ നിർവഹിക്കുക തന്നെ ചെയ്യും. അപ്പം ദൈവം തൻ്റെ വചനം അയക്കുമ്പോൾ ആ കാര്യത്തെ കർത്താവ് ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞേ. സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതാണ് നമ്മുടെ പോയിന്റ്. ഒറിജിനലി എങ്ങനെയാണോ മനുഷ്യനായത് അതിലേക്ക് മടങ്ങുന്നതാണ് മഹത്വീകരണം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ പുറത്ത് നിന്ന് ജ്വലിച്ച് പ്രകാശിക്കുന്ന സൂര്യനേക്കാൾ 10,000 മടങ്ങുള്ളതായ ഭയങ്കര പ്രകാശമായിരുന്നു ദൈവത്തിൻ്റെ തേജസ്. ഏതേൻ തോട്ടത്തിൽ ട്യൂബ് ലൈറ്റുമില്ല, ബൾബും ഇല്ല. സ്തോത്രം. ദൈവത്തിൻ്റെ ഭയങ്കര പ്രകാശമായിരുന്നു. ഹല്ലേലൂയ. ഭയങ്കര പ്രകാശമായിരുന്നു. പിന്നെ എപ്പോഴാണ് കറണ്ട് പോയത്? അത് അമ്മച്ചി ആപ്പിൾ പറിച്ചപ്പോഴാണ് സ്തോത്രം സ്വിച്ച് ഓഫ് ആയത്. സ്തോത്രം. അതുവരെ ഏതേൻ തോട്ടത്തിൽ ഭയങ്കര സ്തോത്രം അതേ പ്രകാശമായിരുന്നു. എന്നിട്ട് സ്തോത്രം ആദമീത കണ്ണ് തുറന്നപ്പോൾ ആദ്യമ മനുഷ്യൻ കണ്ണ് തുറന്നപ്പോൾ ആദ്യം കണ്ടത് ക്രൂസൈഡല്ല, സെമിനാറല്ല, മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഒന്നും അല്ല കണ്ടത്. അവൻ കണ്ണ് തുറന്നപ്പോൾ ആദ്യം കണ്ടത് സൃഷ്ടാവാം ദൈവത്തെയാണ് അവൻ ആദ്യം കണ്ടത്. പിന്നത്തെ അതിൽ ആ മനുഷ്യന് ഒരു ഉറക്കം കൊടുത്തു. ആദിമ മനുഷ്യന് ഒരു ഉറക്കം കൊടുത്തു. ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡേഞ്ചർ ഉണ്ടാകാൻ പോവുകയാണ്. സ്തോത്രം. ആ മനുഷ്യന് ഉറക്കം കൊടുത്തിട്ട് അവൻ്റെ വാരിയൽ ഊരിയെടുത്ത് ആരെ ഉണ്ടാക്കി?
നാരിയുണ്ടാക്കി, ഹവയുണ്ടാക്കി. അപ്പോൾ ദൈവം തൻ്റെ തേജസ്സിൽ ഇങ്ങനെ ഉലാവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ തേജസ്സിൽ നിറയപ്പെട്ട കർത്താവ്, അതേപോലെ തേജസ്സുള്ള സ്തോത്രം 2 പിള്ളേർ ഒരു കയ്യിൽ ആദമിനെയും മറ്റേ കയ്യിൽ ഹവയും, ഒരു കയ്യിൽ ഹവയും മറ്റേ കയ്യിൽ ആദമിനെ പിടിച്ച് വെയിലാറിയ സമയത്ത് ആ സ്തോത്രം തോട്ടത്തിൽ ഉലാവുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ തിയേറ്ററിൻ്റെ കണ്ണ് തുറന്ന് ഒന്ന് കണ്ടോട്ടെ. തേജസ്സുള്ള 3 സൂര്യന്മാർ ഇങ്ങനെ നടക്കുന്നത് പോലെ. ഇഷ്ടപ്പെട്ടില്ല. തേജസ്സുള്ള 3 വ്യക്തിത്വങ്ങൾ ഇങ്ങനെ ചലിക്കുന്നത് പോലെ മനുഷ്യൻ ദൈവത്തോടു കൂടെ ഇങ്ങനെ സ്തോത്രം ചലിക്കുകയാണ്. എന്തോ ഭയങ്കരമാണ്. അതേ, പാപമില്ല കാലം, നിഷ്പായ യുഗം, അശുദ്ധിയില്ലാത്ത കാലത്ത് തേജസ്സിൽ നിറയപ്പെട്ടവനായി അതേ ആദമും ഹവ്വയും സ്തോത്രം ഏദെൻ തോട്ടത്തിൽ ദൈവത്തോടു കൂടെ ഉലാവുകയാണ്. പക്ഷേ സ്തോത്രം മനുഷ്യൻ പാപം ചെയ്ത്, ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് റോമർ 5:12 സ്തോത്രം. അതെ, അങ്ങനെ മനുഷ്യൻ പാപം ചെയ്ത് പാപത്തിൽ വീണുപോയി. പാപത്തിൽ വീണപ്പോൾ ആ തേജസ് നഷ്ടപ്പെട്ടു. സ്തോത്രം, ആ പദവി നഷ്ടപ്പെട്ടു, ആ അധികാരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും സകല മനുഷ്യരിലും കടക്കുകയുണ്ടായി. അങ്ങനെ എല്ലാവരും പാപം ചെയ്ത മരണം സകല മനുഷ്യനും പരന്നിരിക്കുന്നു. റോമർ 6:23 പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണം. എസെക്കിയേൽ 18:20 പറയുന്നു പാപം ചെയ്യുന്ന ദേഹി മരിക്കും. സ്തോത്രം. അങ്ങനെ അങ്ങേ അറ്റത്ത് മഹത്വത്തിലിരുന്ന മനുഷ്യൻ ഇങ്ങേ അറ്റത്ത് മരണത്തിന് അധീനനായി. എന്നാൽ സ്തോത്രം, ആ മരണത്തെ ജീവനാക്കുവാൻ യേശു ഈ ലോകത്തിൽ കടന്നു വന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു പാപമില്ലാത്തവനെ ദൈവം പാപമാക്കി. ഒരിക്കൽ കൂടെ, പാപമില്ലാത്തവനെ ദൈവം പാപമാക്കി. അനുഗ്രഹത്തിൻ്റെ ദൈവം അവൻ ശാപമായി. ദൈവം യേശുവായി തീർന്ന പലതുണ്ട്. അതിലൊന്നാണ് പാപമില്ലാത്തവനെ അവൻ ദൈവം സ്തോത്രം പാപമാക്കി. എന്തിനു വേണ്ടി? പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഉണ്ടാകാൻ. ഒരിക്കൽ കൂടെ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഉണ്ടാകാൻ. ഞാൻ പറയുന്നത് നിൻ്റെ 1982 നിൻ്റെ 2004 നിൻ്റെ 2003 ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. പണ്ടത്തെ പോലെ ഒരു നല്ല കാലമെന്ന് പുസ്തകം പറയുന്ന സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം പോലെ. അതെ, സ്തോത്രം, മനുഷ്യൻ ദൈവമായിട്ടുള്ള കൊയ്നോനിയയിൽ, ദൈവമായിട്ടുള്ള കമ്മ്യൂണിയനിലേക്ക് മടങ്ങുന്ന ആ പദ്ധതിയുടെ പേരാണ് മഹത്വീകരണം. ഹല്ലേലൂയ, സ്തോത്രം. ഏദെൻ തോട്ടത്തിൽ വെയിലാറിയതായ സമയത്ത് ആദമും ഹവ്വയും എങ്ങനെയാണോ ദൈവത്തോടു കൂടെ നടന്നത്, അങ്ങനെ മഹത്വീകരണത്തിനു ശേഷം ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ജനം കർത്താവിനോട് കൂടെ നടക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷേ ലാറ്റർ ഗ്ലോറിയിൽ എനിക്ക് പറയാനുള്ളത് പോയതിനേക്കാൾ ഒത്തിരി നല്ലതാണ് ഇനി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. പോയ കാലത്തേക്കാൾ, ആദമിൻ്റെയും ഹവ്വയുടെയും കാലത്തേക്കാൾ ഒത്തിരി നല്ല കാലമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. പുസ്തകം അങ്ങനെ പറയുന്നു, വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. തിരിഞ്ഞു നോക്കി അയ്യോ പോണാലും പോച്ച് എന്ന് പറയുന്ന പരിപാടിയല്ല ക്രിസ്തീയ ജീവിതം. മുന്നോട്ട് നോക്കി തൻ്റെ ഭാവിയെ നോക്കി പുഞ്ചിരിക്കാനാണ് ചർച്ചിനെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. പോയതിനേക്കാൾ നല്ലതാണ് വരുന്നത്. അതെങ്ങനെയാണ് ഈ മഹത്വീകരണവുമായിട്ടുള്ള ഒറിജിനിലേക്ക് തിരിയുന്ന ഈ മഹത്വീകരണവുമായിട്ടുള്ള ബന്ധത്തിൽ അത് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? കേക്ക്. സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 2-3 അധ്യായത്തിൽ മഹത്വത്തിൽ 2 പേരാണ് ദൈവത്തോടു കൂടെ നടന്നത്. ആദമും നടന്നു, ഹവ്വയും നടന്നു. ഒരിക്കൽ കൂടെ, സ്തോത്രം, വീഴ്ചയ്ക്ക് മുമ്പ് നിഷ്പാപ യുഗത്തിൽ 2 പേരാണ് കർത്താവിനോടുകൂടെ മഹത്വത്തിൽ നടന്നതെങ്കിൽ ഇനി കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തുടിയോടും കൂടെ വന്നതിനു ശേഷം പുതിയ യെരൂശലേം സ്ഥാപിതമാകുന്നതായ ആ അവസാന പാരഗ്രാഫിൽ വെളിപ്പാട് 21-22 അധ്യായത്തിൽ എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരമാണ് കർത്താവിനോട് കൂടെ മഹത്വത്തിൽ നടക്കാൻ പോകുന്നത്. എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരമാണ് നടത്താൻ വേണ്ടി പോകുന്നത്. വേദപുസ്തകത്തിൻ്റെ ആരംഭത്തെ അധ്യായത്തിൽ 2 പേരെ മഹത്വത്തിലുണ്ടായിരുന്നെങ്കിൽ എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം ഇനി ഇതാ നടക്കുവാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് ട്രാജഡിയുടെ പുസ്തകമല്ല ഈ പുസ്തകം. അയ്യോ, എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ലൈഫാണ് പറഞ്ഞത്. ട്രാജഡിയുടെ പുസ്തകമല്ല ബൈബിൾ. ട്രാജഡിയുടെ പുസ്തകമല്ല ബൈബിൾ. എന്തൊക്കെ സംഭവിച്ചാലും അന്ത്യം ഏറ്റവും മനോഹരമാണ്. എന്തൊക്കെ സംഭവിച്ചാലും അന്ത്യം ഒത്തിരി മനോഹരമാണ്.
7 പേർക്ക് കൈ കൊടുത്ത് പറയാൻ വേണ്ടി പോവാണ്. പക്ഷേ അതിന് മുമ്പ് എനിക്ക് പറയട്ടെ, ആദാം പാപം ചെയ്തിരിക്കും, അമ്മച്ചി കയറി ആപ്പിളി പിടിച്ചിരിക്കും, സ്തോത്രം, ജലപ്രളയം ഉണ്ടായിരിക്കും, പിന്നെ ഫറവോൻ പിള്ളേരെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നു കളഞ്ഞിരിക്കുക, സ്തോത്രം, ദാവീദ് പാപം ചെയ്തിരിക്കും, ശൗല് പിന്മാറ്റത്തിൽ, പഴയ നിയമത്തിലെ ശൗല് പിന്മാറ്റത്തിൽ പോയിരിക്കും, അസീറിയൻ ക്യാപ്റ്റിവിറ്റിയും ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കും, സ്തോത്രം, ഗദശമന കടന്നു വരാം, ഗോൽഗോത്ത കടന്നു വരാം, പൗലൂസിന് കപ്പൽ ചെയ്തം ഉണ്ടായിരിക്കാം, ഒത്തിരി നെഗറ്റിവിറ്റികൾ വേദപുസ്തകത്തിലുണ്ടായിരിക്കാം. എന്നാൽ എത്ര വെള്ളപ്പൊക്കം ഉണ്ടായാലും, എത്ര ക്ഷാമം വന്നാലും, ആരൊക്കെ പിന്മാറിയാലും, ആരൊക്കെ പാപം ചെയ്താലും, എൻ്റെ അപ്പച്ചൻ്റെ പരിപാടി ഇതാണ്: ആദ്യത്തിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അവസാനം എണ്ണിക്കൂടാത്ത പുരുഷാരമാണ്. കമാണ് യേശുവിൻ്റെ നാമത്തിൽ. എത്ര പെരുവെള്ളങ്ങൾ നിങ്ങൾക്കെതിരെ പൊങ്ങിയാലും, എത്ര പാപം കടന്നു വന്നാലും, എത്ര പൈശാചിക ആക്രമണങ്ങൾ വന്നാലും, എത്ര പോരുകളും പോരാട്ടങ്ങൾ വന്നാലും, എത്ര കണ്ണുനീരുകൾ വന്നാലും, എത്ര നിലവിളി വന്നാലും, എത്ര ആത്മഹത്യാ ചിന്തകൾ കടന്നു വന്നാലും, എത്ര പ്രതിസന്ധി വന്നാലും, 100% ഗ്യാരണ്ടിയായി ഞാൻ പറയട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആത്മാവിൽ നടക്കുന്ന ദൈവവേദനാണ് നിന്റെ ആരംഭത്തെക്കാൾ നിന്റെ അവസാനം ഒത്തിരി നല്ലതായിരിക്കും. 7 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, എൻ്റെ ആരംഭത്തെക്കാൾ എൻ്റെ അവസാനം നല്ലതാ. സ്തോത്രം, എൻ്റെ ആരംഭത്തെക്കാൾ എൻ്റെ അവസാനം നല്ലതാ. പറ, ഈ സഹോദരി ഒരാളിനെ തൊട്ടുള്ളൂ, ഒരാളിനെ മാത്രം തൊട്ട് എല്ലാറ്റിനും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ബാക്കി 6 പേരെ കൂടെ അതെ സ്തോത്രം വിളിച്ച് നിർത്തി പറയിപ്പിക്കാൻ പോവാം. എൻ്റെ ആരംഭത്തെക്കാൾ എൻ്റെ അവസാനം നല്ലതാ, എൻ്റെ ആരംഭത്തെക്കാൾ എൻ്റെ അവസാനം നല്ലതാ. ചുവരനോട് ചേർന്നിരിക്കുന്നവരെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ ഒരാളെ തൊട്ടിട്ടുള്ളൂ. സ്തോത്രം, നിൻ്റെ ആ ജീവിതത്തിൻ്റെ ആരംഭത്തെക്കാൾ നിൻ്റെ അവസാനം ഒത്തിരി നല്ലതാ. നിൻ്റെ കോഴ്സിൻ്റെ ആരംഭത്തെക്കാൾ നിൻ്റെ കോഴ്സിൻ്റെ അവസാനം ഒത്തിരി നല്ലതാ. നിൻ്റെ കമ്പനിയുടെ ജോലിയുടെ ആരംഭത്തെക്കാൾ നിൻ്റെ പ്രൊഫഷൻ്റെ അവസാനം ഒത്തിരി നല്ലതാ. യേശുവിന്റെ നാമത്തിൽ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ ഈ പ്രൊഫറ്റിക് ദൂത് കേൾക്കട്ടെ. നിന്റെ ലൈഫിന്റെ അവസാനം ഒത്തിരി നല്ലതാ. ഒത്തിരി പേർ തലകുനിച്ച് ഇറങ്ങിപ്പോയ സ്ഥാനത്ത്, ഒത്തിരി പേർ തലകുനിച്ച് ഇറങ്ങിപ്പോയ സ്ഥാനത്ത് സെലിബ്രേഷൻ, ഒരു ഉത്സവത്തിൽ ഇറങ്ങി വരുവാൻ നിന്റെ ഗ്ലോറി, നിന്റെ മഹത്വം ദൈവകൃപയാൽ വർദ്ധിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഈ മഹത്വീകരണം എന്ന് പറയുന്നത് ഒറ്റ സെക്കൻഡ് കൊണ്ട് സ്തോത്രം അങ്ങാകുന്നതല്ല. ഡെയിലി കർത്താവ് നമ്മെ പണിയുകയാണ്, ഡെയിലി കർത്താവ് നമ്മെ പണിയുകയാണ്, അല്ലേ? കഴിഞ്ഞ 6 മാസം മുമ്പ് ഉള്ളതുപോലെയല്ലല്ലോ ഇന്ന് പകൽ സ്വഭാവം. കഴിഞ്ഞ 6 വർഷം മുമ്പ് ഉള്ളതുപോലെയല്ലല്ലോ ഇപ്പോൾ. രക്ഷിക്കപ്പെട്ട അന്ന് പോലെയല്ലല്ലോ ഇന്ന്. ആവശ്യമില്ലാത്തതെല്ലാം ഈ സാൻഡ് പേപ്പർ എന്നാണോ നിങ്ങൾ പറയുന്നത്? സാൻഡ് പേപ്പർ വെച്ച് ഇങ്ങനെ തൂത്ത് കളയുന്നത് പോലെ പരിശുദ്ധാത്മാവാകുന്ന സാൻഡ് പേപ്പർ വെച്ച് ജഡത്തിൻ്റെ സകല കൽമഷങ്ങളെയും കർത്താവ് സ്തോത്രം, ജഡത്തിൻ്റെ ആത്മാവിൻ്റെ സകല കൽമഷങ്ങളെ, ഒരിക്കൽ കൂടെ ജഡത്തിൻ്റെ ആത്മാവിൻ്റെ സകല കൽമഷങ്ങളെ അവൻ സ്തോത്രം തൂത്ത് കളയുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മളായിരിക്കുന്നത്. ഡെയിലി അപ്പച്ചൻ നമ്മളെ തൊടുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ആരോ ഇന്ന് പകൽ പറയുന്നു, എന്നെ തൊട്ടിട്ട് 6 മാസമായി. അങ്ങനെ പറയുന്നെങ്കിൽ അയ്യോ സ്തോത്രം, അത് ഏറ്റവും വലിയ അപകടമാണത്. കർത്താവ് തൊടുന്നില്ലെങ്കിൽ അത് അപകടമാണ്. ഡെയിലി കർത്താവ് തൊടണം, അല്ലെങ്കിൽ എപ്പോഴും തൊട്ടിട്ടിരിക്കണം. കർത്താവ് തൊടുമ്പോൾ സംഭവിക്കുന്നത് ആവശ്യമില്ലാത്തതെല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കും, ആവശ്യമില്ലാത്തതെല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. സക്സസ് ആയ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തത് എറിഞ്ഞു കളയുന്നതാണ്, ആവശ്യമില്ലാത്തത് മാറ്റി നിർത്തുന്നതാണ് സക്സസ് ആയ ക്രിസ്തീയ ജീവിതം. അപ്പോൾ മഹത്വീകരണം എന്ന് പറയുന്നത് ഇതൊരു പ്രോസസ്സാണ്. ഇതൊറ്റ ദിവസം കൊണ്ട് കർത്താവ് ഇപ്പം വരും, ഇപ്പം ഞാൻ മാറും. ഓഫ്കോഴ്സ് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ആ കാഹളനാദം കേൾക്കുന്നതിന് മുൻപ് അപ്പച്ചൻ്റെ പണിപ്പുരയിലാണ് നമ്മളായിരിക്കുന്നത്. നസ്രയത്തിൽ നിങ്ങൾ പോയാൽ, ഇന്ന് നസ്രയത്തിൽ പോയാൽ ഗൈഡ് കൊണ്ടുപോകുന്നതായ ഒരു സ്ഥലമുണ്ട്. എന്നിട്ട് പറയും ഇത് യോസെഫിൻ്റെ പണിപ്പുരയായിരുന്നു, കാർപ്പൻ്റർ ഷോപ്പായിരുന്നു അത്, അല്ലെങ്കിൽ കാർപ്പൻ്ററുടെ വർക്ക്ഷോപ്പായിരുന്നു ഇത്, കാർപ്പൻ്റർ വർക്ക്ഷോപ്പ്. അവിടെ കാണുമ്പോൾ സ്തോത്രം, അത് കാണുമ്പോൾ ഞാനിങ്ങനെ പറയും, മറിയയുടെ യോസെഫിൻ്റെ വർക്ക്ഷോപ്പായിരിക്കുന്ന പോലെ അപ്പച്ചൻ്റെ വർക്ക്ഷോപ്പിലാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ലോകത്തിലെവിടെ ദൈവം നിങ്ങളെ പാർപ്പിച്ചാലും കർത്താവ് നമ്മളെ പണിതുകൊണ്ട് ഇരിക്കുകയാണ്. രൂത്ത് ഗ്രഹാം
രൂത്ത് ഗ്രഹാം എന്ന് പറഞ്ഞാൽ ബില്ലി ഗ്രഹാമിൻ്റെ വൈഫ് ഒരു ദിവസം സ്തോത്രം കാർ ഓടിച്ചു പോവുകയാണ്. കാർ ഓടിച്ചു പോകുമ്പോഴേക്കും സ്തോത്രം ഒരു ബോർഡ് കണ്ടു, ഗോ സ്ലോ, വർക്ക് ഈസ് ഇൻ പ്രോഗ്രസ്. ജോലി നടക്കുന്നത് കൊണ്ട് പതുക്കെ ഓടിക്കുക. അവർ വേഗത കുറച്ചു. സ്തോത്രം അതെ, ആ വർക്ക് പ്ലേസിൽ ഇങ്ങനെ വേഗത കുറച്ച് വണ്ടി ഓടിച്ചു. കുറേ മൈലുകൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ സ്തോത്രം അതെ, വർക്ക് സോൺ ഈസ് ഓവർ, വർക്ക് ഈസ് ഡൺ, പണി കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അവർക്കൊരു ദൂത് കിട്ടി. അവരിങ്ങനെ വിചാരിച്ചു, സ്തോത്രം താങ്ക് യു, ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, വർക്ക് ഈസ് ഡൺ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. നിങ്ങളുടെ ക്ഷമയ്ക്ക് നന്ദി, വേല കഴിഞ്ഞു, നിങ്ങളുടെ ക്ഷമയ്ക്ക് നന്ദി, ജോലി അവസാനിച്ചിരിക്കുന്നു. അവരിങ്ങനെ ചിന്തിച്ചു, സ്തോത്രം ഇതാണല്ലോ എൻ്റെ ജീവിതം, ഇതാണല്ലോ ഇപ്പോൾ കർത്താവ് എന്നെ പണിതിട്ടിരിക്കുകയാണ്. അപ്പച്ചന് ഒരു പ്രത്യേക പ്ലാനുണ്ട്. ആ പ്ലാൻ വരുമ്പോൾ ആ പണി നിർത്തിയിട്ട് അപ്പച്ചൻ പറയും, മക്കളെ നിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ, ഇങ്ങ് കയറിപ്പോരാ, നിൻ്റെ പണി കഴിഞ്ഞു, വാ ഇങ്ങ് കയറി വാ. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇതുവരെയും ഞാൻ നിന്നെ പണിതിട്ടിരുന്നു. ഇപ്പം നീ പെർഫെക്റ്റായപ്പോൾ നീ എന്ത് ചെയ്യണം? ഇനി ഇവിടെ കിടന്ന് കൂടുതൽ അഴുക്കും പൊടിയൊന്നും ഇനി പുരളേണ്ട കാര്യമല്ല, നീ ഇങ്ങനെ കയറി വാ. അപ്പോൾ രൂത്ത് ഗ്രഹാം വീട്ടിൽ ചെന്ന തൻ്റെ ഭർത്താവ് ബില്ലി ഗ്രഹാമിനോട് പറഞ്ഞു, എനിക്ക് നല്ലൊരു പ്രസംഗം കിട്ടി, എനിക്ക് നല്ലൊരു ദൂത് കിട്ടി. സ്തോത്രം, ഞാൻ കർത്താവിൻ്റെ പണിപ്പുരയിലായിരിക്കുന്നു. എപ്പോഴാണോ അവൻ്റെ പണി എന്നിൽ കഴിയുന്നത് അപ്പോൾ താങ്ക് യു ഫോർ യുവർ പേഷ്യൻ, നിങ്ങളുടെ ക്ഷമയ്ക്ക് നന്ദി എന്ന് പറഞ്ഞ് കർത്താവ് സ്തോത്രം അതെ എന്നെ സ്വർഗത്തിലേക്ക് വിളിക്കും. എന്നെ സഹിച്ച എൻ്റെ ഭർത്താവ് മക്കൾ താങ്ക് യു ഫോർ യുവർ പേഷ്യൻ, നിങ്ങളുടെ സ്തോത്രം ക്ഷമയ്ക്ക് നന്ദി. എന്നിട്ട് അവർ പറഞ്ഞു, എൻ്റെ കല്ലറയിൽ അതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്, രൂത്ത് ഗ്രഹാം, ജനനം, മരണം, വർക്ക് ഈസ് ഡൺ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻ. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. നോർത്ത് കരോലിനയിൽ ബില്ലി ഗ്രഹാം ലൈബ്രറിയിൽ ബില്ലി ഗ്രഹാമിൻ്റെ കല്ലറയുണ്ട്, തൊട്ടടുത്ത് രൂത്ത് ഗ്രഹാമിൻ്റെ കല്ലറയുണ്ട്. പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ആദ്യം പോകുമ്പോഴേക്കും ബില്ലി ഗ്രഹാമിൻ്റെ കല്ലറ അവിടെ ഇല്ല. ഏതോ മന്ദബുദ്ധി ചോദിച്ചു, എന്തുകൊണ്ട് കല്ലറയില്ല? പുള്ളി അന്ന് ജീവനോടെ ഉണ്ടായിരുന്നു. കമാൻ മരിക്കാതെ എങ്ങനെയാണ് കല്ലറ ഉണ്ടാകുന്നത്? സ്തോത്രം. അന്ന് പുള്ളി ജീവനോടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കല്ലറയില്ലായിരുന്നു. പക്ഷേ അന്നേ രൂത്ത് ഗ്രഹാമിൻ്റെ കല്ലറ അവിടെ ഉണ്ടായിരുന്നു, കാരണം പുള്ളിക്കാരി മരിച്ചതുകൊണ്ട്. ആദ്യം മരിച്ചത് രൂത്താണ്. ഞാൻ ഒരു ദൂതെന്ന പോലെ ഒരു കാര്യം പറയട്ടെ. ആദ്യം രൂത്തിനെ വിട്ടിട്ടാണ് ബില്ലി ഗ്രഹാം പോയത്. ആദ്യം സാറയെ വിട്ടിട്ടാണ് അബ്രഹാം പോയത്. ആദ്യം റബേക്കയെ വിട്ടിട്ടാണ് ഇസഹാക്ക് പോയത്. ആദ്യം ലേയെ വിട്ടിട്ടാണ് യാക്കോബ് പോയത്. ഹല്ലേലൂയ. അപ്പോൾ രൂത്ത് ഗ്രഹാം മരിച്ചപ്പോൾ ബില്ലി ഗ്രഹാം എക്സാക്ട്ലി അത് തന്നെ സ്തോത്രം അവിടെ ചെയ്തു. അതെ, സ്തോത്രം അവിടെ ഒരു ആ ഫലകത്തിൽ അല്ലെങ്കിൽ ആ കല്ലിൽ ഇങ്ങനെ എഴുതി വെച്ചു, വർക്ക് ഈസ് ഡൺ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻ. രൂത്ത് ഗ്രഹാം ജനിച്ചത് ഈ സമയമാണ്, ജനിച്ചത് ഈ ദിവസമാണ്, മരിച്ചത് ഈ ദിവസമാണ്. സഹോദരി സഹോദരന്മാരെ, മഹത്വീകരണത്തിനായി ആവശ്യമില്ലാത്തതെല്ലാം മാറ്റി കർത്താവ് പ്രോസസ്സിൽ ദൈവകൃപയാൽ നമ്മെ പണിതുകൊണ്ടായിരിക്കുന്നു. ആരെപ്പോലെ? കാത്തലിക്സിനെ പോലെയല്ല, ഓർത്തഡോക്സ് അല്ല, സ്തോത്രം ജാക്കബേറ്റ്സ് അല്ല, CSI അല്ല, പെന്തക്കോസ്റ്റ് അല്ല. പകരം അവനെ പോലെ, യേശു കർത്താവിനെ പോലെ. കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കട്ടെ, അപ്പോഴേക്കും ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു പകുതിയാവും. സ്തോത്രം. ലോട്ട്സ് വന്ന് പിന്നെ കൺക്ലൂഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. ഇത് ഗ്യാരൻറ്റീഡാണ് കേട്ടോ. ഈ മഹത്വീകരണം എന്ന് പറയുന്നത് അങ്ങനെ തോന്നുന്നു എന്നല്ല. ഈ ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം ഗ്യാരൻറ്റീഡാണ്. ഈ പ്രവചനമെന്ന് പറയുന്നത് ഗ്യാരൻറ്റിയാണ്. അത് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കണം. എല്ലാവരും ദൈവമക്കൾ, ഞാൻ നെഗറ്റീവായിട്ടോ വിമർശിച്ചോ ഒന്നും അല്ല പറയുന്നത്, ആത്മാർത്ഥമായിട്ട് പുസ്തകം തൊട്ട് പറയുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഷാർപ്പായി പ്രവചിക്കണം. എല്ലാവരിലും ആത്മാവ് അങ്ങനെ തന്നെ വെളിപ്പെടട്ടെ. ഷാർപ്പായി കറക്റ്റായിരിക്കണം. Come on, bless us, O Lord. Bless us. Come on. Yes. Yes. ഷാർപ്പായി അമ്മച്ചുമാർ സ്വപ്നം കാണുന്നത് അങ്ങനെ തന്നെ സംഭവിക്കണം. ദർശനം കാണണം, അങ്ങനെ തന്നെ സംഭവിക്കണം.
യെസ് 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 യെസ്. ശബ്ദമുയർത്തി. നമുക്ക് ടൈമുണ്ട്. യെസ് യെസ്. വാ തുറന്ന് നിറയ്ക്കും. മാൻറ്റിൽ ഉറബല ഹതനറമൗ ശാന്തുലിരിയാസി. ആ മാൻറ്റിൽ വീഴട്ടെ, ആ പുതപ്പ് വീഴട്ടെ. ഊഹാഭോഗം പറയുന്നതല്ല പ്രവചനം എന്ന് പറയുന്നത്. പ്രവചനം ഇന്നുമുണ്ട്. ഏറ്റവും കൂടുതൽ സ്തോത്രം വിമർശിപ്പിക്കപ്പെടുന്ന ഒരു വരമാണ് പ്രവചനം. ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കറപ്റ്റായ ഒരു ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ. പ്രത്യേകിച്ച് ഈ റീസെൻ്റ് ഇയേഴ്സിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യപ്പെട്ട ഒരു ശുശ്രൂഷയാണ് പ്രവചനവരം എന്ന് വിചാരിച്ച് സ്തോത്രം കള്ളനോട്ടുള്ളത് കൊണ്ട് ഞാൻ ഇനി 500 രൂപ യൂസ് ചെയ്യത്തില്ലെന്ന് ആരെങ്കിലും പറയത്തില്ല. ഒറിജിനൽ നോട്ടുള്ളത് കൊണ്ടാണ് പറമക്കളെ കള്ളനോട്ടുള്ളത്. ഇതുപോലെ ഒറിജിനൽ പ്രവചനം ഉള്ളത് കൊണ്ട്, ഒറിജിനൽ പ്രവാചകന്മാർ ഉള്ളത് കൊണ്ടാണ് കള്ളപ്രവാചകന്മാരപ്പുറത്തുള്ളത്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഈ തലമുറയിൽ നിങ്ങൾ സ്തോത്ര ഊഹാഭോഗമല്ല പറയേണ്ടത്. പകരം ദൈവത്തിൻ്റെ നാവായി നിൻ്റെ നാവ് ദൈവകൃപയാൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. യെസ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും 17 വയസ്സ് പ്രായമുള്ള യോസെഫ് രാവിലെ സ്വപ്നവുമായി എഴുന്നേറ്റ് വന്നതുപോലെ at the age of 17, 17 വയസ്സ് പ്രായമുള്ളപ്പോൾ സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചേ, ഇതാ എൻ്റെ കറ്റയെ, എൻ്റെ സഹോദരന്മാരുടെ കറ്റ നമസ്കരിച്ചേ എന്ന് യോസേഫ് പറഞ്ഞതുപോലെ സ്തോത്രം. യെസ്, ദൈവകൃപയാൽ ഹല്ലേലൂയ ഷാർപ്പായി പ്രവചിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം അതേ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ഒരു ഗർഭിണിയെ നോക്കി ഒന്നുകിൽ കുട്ടി ആണായിരിക്കും, ഇല്ലെങ്കിൽ കുട്ടി പെണ്ണായിരിക്കും. ഊഹാഭോഗമല്ല പറയേണ്ടത്. സ്തോത്രം. കൊലകൊലാ മുന്തിരിക്ക പോലെ മാങ്ങ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒന്ന് എറിഞ്ഞേക്കാം, ഏതെങ്കിലും കിട്ടുന്നത്. അതല്ല പ്രവചനം. വളരെ ഷാർപ്പായിട്ട് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കണം. മഹത്വീകരണം സംഭവിപ്പാൻ പോകുന്നതായ ഒരു കാര്യമാണ്. സംഭവിച്ചു കൊണ്ടിരിക്കുന്നതല്ല. മഹത്വീകരണം സംഭവിപ്പാൻ പോകുന്ന കാര്യമാണ്. എസ്കറ്റോളജിക്കലി ഞാൻ പുസ്തകം അടച്ചു. കാരണം സ്തോത്രം അതെ ഇങ്ങനെ നിന്നാൽ നമ്മൾ ഇന്ന് ഒരു 5 മണി വരെ നിൽക്കും. അതുകൊണ്ട് പെട്ടെന്ന് നിർത്തി. അപ്പോൾ നോക്കട്ടെ, സ്തോത്രം ഇത് സംഭവിപ്പാൻ പോകുന്ന കാര്യമാണ്. ഈ പ്രവചനമെന്ന് പറയുന്നതും സംഭവിപ്പാൻ പോകുന്ന കാര്യമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പേപ്പർ ഓഫീസിലേക്ക് ന്യൂസ് പേപ്പർകാരെ പറയുന്നതിനേക്കാൾ മുന്നിൽ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ പറവാൻ കഴിവുള്ളവർ ഉണ്ടാകട്ടെ. ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനോഹരമായി ഏഷ്യാനെറ്റിൽ ബിനു ബി ജോണും മറ്റു സഹോദരങ്ങളും പറയുന്നത് മിക്കവാറും ഞാൻ കാണാറുണ്ട്. ഞാൻ വാച്ച് ചെയ്യുന്ന സ്തോത്രം ചാനല് സ്തോത്രം അതെ ഏഷ്യാനെറ്റും വല്ലപ്പോഴും സാജൻസ് കറിയാണ്. എനിക്ക് ആ മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം. മറുനാട് മലയാളി. ഓക്കെ സ്തോത്രം. അപ്പോൾ നോക്ക്, നിങ്ങളെല്ലാം ഈ ഉപവാസ ദിവസങ്ങളിൽ ചെന്ന് സാജൻ സാറിന് ചെന്ന് കാണണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്കവരെ ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലല്ലേ നമ്മൾ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ സംഭവിക്കുന്നത് ടി വിക്കാർ പറയട്ടെ, നല്ല കാര്യം. പക്ഷെ നാളെ സംഭവിക്കാൻ പോകുന്നത് ഇന്നേ പറയാൻ കഴിയുമെന്ന് ഈ പുസ്തകം പറയുന്നു. രാജ്യങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട്, കുടുംബങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട്, വ്യക്തികളെ നോക്കി പറഞ്ഞിട്ടുണ്ട്. ഈ 13-ാം ദിവസം വെല്ലുവിളിയായി ഞാൻ പറയട്ടെ, 2026 യോസെഫുമാർ നമ്മുടെ ഇടയിൽ നിന്ന് ദൈവകൃപയാൽ എഴുന്നേൽക്കണം. Bless us, O Lord, bless us. രാജ്യങ്ങളെ നോക്കി ദൂത് പറയുന്നവർ, യുണൈറ്റഡ് നേഷനെ നോക്കി ഈ ദൂത് പറയുന്നവർ ദൈവകൃപയാൽ എഴുന്നേൽക്കട്ടെ. 2026 ഡാനിയൽമാർ സ്തോത്രം നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വ്യക്തികളോട് പ്രവചിപ്പാൻ, കുടുംബങ്ങളോട് പ്രവചിപ്പാൻ, ദേശങ്ങളോട് പ്രവചിപ്പാൻ. നിങ്ങൾ മിണ്ടിയില്ല. ഒരിക്കൽ കൂടെ. വ്യക്തികളോട് പ്രവചിപ്പാൻ, കുടുംബങ്ങളോട് പ്രവചിപ്പാൻ, ദേശങ്ങളോട് പ്രവചിപ്പാൻ പ്രവചനാത്മാവിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ജനം ഹല്ലേലൂയ കർത്താവിന്റെ കൃപയാൽ എഴുന്നേൽക്കുമാറാകട്ടെ.
നമ്മുടെ ഇടയിൽ പാട്ട് പാടാൻ പല പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം, വർഷിപ്പ് ലീഡ് ചെയ്യാൻ പല പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം. എന്നതുപോലെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരുമിച്ചിരുന്ന് പ്രവചിപ്പാൻ കഴിവുള്ളവർ ദൈവകൃപയിൽ എഴുന്നേൽക്കട്ടെ. ഇന്നലെ വൈകിട്ട് ഞാനിവിടെ ഇരുന്ന് ദേവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ, പാസ്റ്റർ ജെഫി ശുശ്രൂഷിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു ആത്മാവിലൊരു ആരവാരം കേട്ടു. ശമൂവേലിൻ്റെ കാലത്ത് പ്രൊഫറ്റിക് സ്കൂള് ഉണ്ടായിരുന്നു. രാമ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്നത്തെ റാമല്ല, സ്തോത്രം, അതെ, രാമ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രൊഫറ്റിക് സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ശൗല് ചെന്ന് കയറുമ്പോഴേക്കും ആ പ്രൊഫറ്റിക് ഇമ്പാർട്ടേഷൻ, പ്രവചനത്തിൻ്റെ പകർച്ച അവൻ്റെ മേൽ കടന്നു വന്നു. ഇവിടെ കൂട്ടമായി ജനം പ്രവചിച്ചു. ശമൂവേലിൻ്റെ കാലത്ത് കൂട്ടമായി പ്രവചിച്ചു. സോ ഒരു രാമ അന്തരീക്ഷം, ആ ഒരു come on, yes. Hallelujah. So രാമ അന്തരീക്ഷം പോലെ കൂട്ടമായി പ്രവാചകന്മാർ പ്രവചിക്കുന്ന, പ്രവാചകിമാർ പ്രവചിക്കുന്ന ഒരു അന്തരീക്ഷം ദൈവം ഇവിടെ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം ആഗ്രഹിക്കുകയാണ്. കമൺ, ആഗ്രഹമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഗ്രഹമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആഗ്രഹമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? കമൺ, ഏൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ കമൺ, കരങ്ങളെ ഉയർത്തി. മഹത്വീകരണം ഒരു ഗ്യാരണ്ടിയാണ്. അത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്നത് ഗ്യാരണ്ടിയാണ്. I will never leave you comfortless, but I will come to you. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്നുള്ളത് സ്തോത്രം ഗ്യാരണ്ടിയാണ്. യെസ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട സ്വർഗത്തിലേക്ക് പോയ യേശു വീണ്ടും വരും. വെളിപ്പാട് 1 ഇതാ യേശു മേഘാരൂഢനായി വരുന്നു. അത് ഗ്യാരണ്ടിയാണ്. എന്നതുപോലെ ഇൻ ജീസസ് നെയിം ഭാവിയിലേക്ക് നോക്കി സംസാരിപ്പാൻ കഴിവുള്ള ദൈവ ശബ്ദത്തിന്റെ ഉടമകളാക്കി. കമാൺ, രണ്ട് കരങ്ങളെ ഉയർത്തി അന്യഭാഷകളെ പ്രാർത്ഥിച്ച് Yes. Fill your people of God. Fill your people in Jesus name. Glory. മഹത്വീകരണം. Hallelujah. 2 കൊരിന്ത്യർ 3:18 ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. കണ്ണുകൾ അടച്ച്, ആധരങ്ങളെ തുറന്ന് എല്ലാവരും അന്യഭാഷകൾ പ്രാർത്ഥിച്ചേ.